ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്. ഓൾറെഡി നമ്മൾ 1ഉം 2ഉം 4ഉം ഒക്കെ ഓൾറെഡി നമ്മൾ ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താണ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ശ്വസനവും വിസർജനവും. നമ്മൾ ഓൾറെഡി ദഹനമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നൊരു ചാപ്റ്ററാണ് എന്ത്? ശ്വസനവും വിസർജനവും. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥ, ആ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് പഠിക്കണം. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വാതക വിനിമയം നടക്കുന്നത്, എന്താണ് കോശ ശ്വസനം എന്ന് പഠിക്കണം. മറ്റു ജീവികളിലെ, മനുഷ്യനില്ലാത്ത മറ്റു ജീവികളിൽ എങ്ങനെയാണ് ശ്വസനം നടക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ യൂറിയ നിർമ്മാണം, മൂത്രം എങ്ങനെ രൂപീകരിക്കുന്നു, സസ്യങ്ങളിൽ എങ്ങനെയാണ് വിസർജനം നടക്കുന്നത്, എന്താണ് ഹീമോഡയാലിസിസ്, എന്താണ് വൃക്ക മാറ്റിവെക്കൽ, എന്താണ് ഹോമിയോസ്റ്റാറ്റിസ് അഥവാ സമസ്ഥിതി പരിപാലനം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ PSC ബേസ്ഡ് ആണെങ്കിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ കയറി ചോദിക്കുന്ന ഒരു സെക്ഷനാണിത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ശ്വസനം എന്ന് പറയുന്നത്. ഒന്നുമല്ല, നമുക്കറിയാം അല്ലേ, നമുക്ക് എല്ലാവരും നമ്മൾ ശ്വസിക്കുന്നുണ്ട്. ബേസിക് ആയിട്ട് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താ, ശ്വാസം മുട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും? മരിച്ചു പോകും. അപ്പൊ ശ്വസനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. ജീവികളിലെ ശ്വസന പ്രക്രിയയെ ലളിതമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് 18ാം നൂറ്റാണ്ടിലെ ആൻഡോയിൻ ലാവോസിയർ. ആരാണ്? ലാവോസിയർ. ഏത് വർഷം? 1743 മുതൽ 1794 വരെ. വസ്തുക്കൾ കത്തുമ്പോഴും ജീവികൾ ശ്വസിക്കുമ്പോഴും നടക്കുന്നത് ഒരേ പ്രക്രിയയാണെന്ന് അദ്ദേഹം അനുമാനിച്ചു. എന്താണ് പറയുന്നത്? വസ്തുക്കൾ, നമുക്ക് തന്നിരിക്കുന്ന വസ്തുക്കൾ കത്തുമ്പോഴായിക്കോട്ടെ, ജീവികൾ ശ്വസിക്കുമ്പോൾ. ഇത് തെളിയിക്കാനായി ചെറിയൊരു ബക്കറ്റിൽ ഗിനിപ്പന്നിയെ വെച്ചു. ഇതിനെ ഐസ് നിറച്ച മറ്റൊരു ബക്കറ്റിൽ ഇറക്കി വെച്ച് ഗിനിപ്പന്നിയെ ഐസ് നിറച്ച വല കൊണ്ട് മൂടി. കണ്ടോ, ഇവിടെ ഫുൾ ഐസാണ്. ഒരു ബക്കറ്റിൽ വെച്ചിട്ട് അത് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് പറയുന്നത് എന്താണ്? പുറമേ നിന്നുള്ള ചൂട് കൊണ്ട് ഐസ് ഉരുകാതിരിക്കാൻ ആവശ്യമായ ഇൻസുലേഷൻ മുൻകരുതലുകളും എടുത്തു. എന്നാൽ ഐസ് ഉരുകി. കണ്ടോ, അതായത് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയൊക്കെ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചു ഈ ഐസ് ഉരുകി പോകാതിരിക്കാനായിട്ട്. പക്ഷെ എന്നിട്ടും എന്ത് സംഭവിച്ചു? ഐസ് ഉരുകി. ഗിനിപ്പന്നിയുടെ ശരീരത്തിലെ ചൂട് ഏറ്റത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ലാവോസിയർ തെളിയിച്ചു. ജീവിയുടെ ശരീരത്തിൽ നിന്ന് 80 കിലോ കലോറി ഊർജം ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഊർജം ലഭിച്ചത് ശ്വസനത്തിലൂടെയാണ്. ഒരു തടിക്കഷ്ണം കത്തുമ്പോൾ ഓക്സിജൻ ഉപയോഗിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡും താപോർജവും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ശ്വസനത്തിൽ ഓക്സിജൻ ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുമ്പോഴും ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോർമലി നമ്മൾ പറയുവാണ്, നമ്മളൊരു തടിക്കഷ്ണം എടുത്ത് നമ്മൾ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലെ? ഒരു തടിക്കഷ്ണം കത്തുമ്പോൾ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓക്സിജൻ അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. സെയിം പ്രോസസ് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ശ്വസനത്തിൽ നടക്കുന്ന ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസിനെ വിഘടിപ്പിക്കുമ്പോഴും ഈ പറയുന്ന ഒരു ചൂട് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ്, ആ ഒരു ചൂട് കൊണ്ടാണ്. കാര്യം പുറത്തുനിന്ന് ചൂട് കിട്ടേണ്ട യാതൊരു കാര്യമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് ഫുള്ള് നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ആ ഐസ് ഉരുകാനുള്ള റീസൺ എന്ന് പറയുന്നത് ആ ഒരു എലി അല്ലെ, ആ ഒരു എലിയുടെ ചൂടാണ്. അതിന്റെ ചൂട് ഏറ്റിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? ആ ഐസ് ഉരുകിയെന്ന് അങ്ങനെ കണ്ടുപിടിച്ചത് ആരാണ്? ആൻഡോയിൻ ലാവോസിയർ ആണ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കാം ഏതാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്? ഏതാണ്? 18ാം നൂറ്റാണ്ടാണ്. നമ്മൾ നൂറ്റാണ്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? 1743 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നൂറ്റാണ്ട് കണ്ടുപിടിക്കുന്നത്? 1743 ഇവിടെ എഴുതിയിട്ടുണ്ട് 18ാം നൂറ്റാണ്ട്. വർഷം തന്നിട്ട് നൂറ്റാണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യത്തെ രണ്ടെണ്ണത്തിനോട് ഒന്ന് കൂട്ടിയാൽ മതി. 18ാം നൂറ്റാണ്ട്. ഇപ്പൊ നമ്മളെ ജീവിക്കുന്ന ഏതാണ്? ഇപ്പൊ 2025 അല്ലെ? 20നോട് ഒന്ന് കൂട്ടുക, 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. 18ാം നൂറ്റാണ്ടിൽ ആൻഡോയിൻ ലാവോസിയർ നടത്തിയ രസകരമായ പരീക്ഷണത്തിലൂടെയാണ് അല്ലെ നമ്മൾ ഇങ്ങനൊരു പ്രോസസ്സിനെ പറ്റി കണ്ടുപിടിക്കുന്നത്. ശ്വസനത്തെ പറ്റിയുള്ള നിങ്ങളുടെ ധാരണ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാനായിട്ട്. നമുക്കറിയാം ശ്വസനത്തിൽ നമുക്ക് ഓക്സിജന്റെ പങ്കുണ്ട്. അതേപോലെ തന്നെ ജ്വലനത്തിന്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ, ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്സിജൻ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറപ്പെടുവിക്കുന്നു അല്ലെ. മനുഷ്യൻ ശ്വസിക്കുമ്പോൾ അതല്ലേ ചെടികളിൽ നേരെ തിരിയുന്നുണ്ട്. ചെടികളുടെ ശ്വസനത്തിൽ ശരിക്കും സെയിം പ്രോസസ്സ് തന്നെയാണ്. അവരുടെ പ്രകാശ സംശ്ലേഷണത്തിലാണ് അവർ ഓക്സിജൻ സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നത്. ശ്വസന പ്രക്രിയയിൽ അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഓക്സിജൻ ഉപയോഗിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്താക്കുന്നു. നോക്കിക്കേ, മനുഷ്യന്റെ ഊർജോൽപാദനത്തിന് ആവശ്യമായതത്രയും ഓക്സിജൻ കോശങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വളരെ വലിയ ശ്വസന പ്രതലം ആവശ്യമാണ്.
മനുഷ്യനിലെ ശ്വസന പ്രതലം എന്ന് പറയുന്നത് എന്താണ്? അതിനെയാണ് നമ്മൾ ആൽവിയോള എന്ന് പറയുന്നത്. ആൽവിയോലസ് എന്ന് പറയും. ഓക്കെ, എങ്ങനെയാണ് ഇത് ശരീരത്തിൽ ക്രമീകരിച്ചത്? അതാണ് നമ്മൾ നെക്സ്റ്റിന് നോക്കാൻ വേണ്ടി പോകുന്നത്. ആൽവിയോലസ് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് തന്നിരിക്കുന്ന എന്ത് സാധനമാണ്? മൂക്കല്ലേ അല്ലെ? അതിന് നമ്മൾ പറയുന്ന പേരാണ് നാസാരന്ധ്രം അല്ലെ? നാസരന്ധ്രം എന്ന് പറയും. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെ പുറത്തുനിന്നുള്ള വാതകങ്ങൾ ഉള്ളിലേക്ക് കയറുന്നതാണ് എന്ത്? നാസാരന്ധ്രം എന്ന് പറയുന്നത്. രണ്ടാമത്തതെയാണ് നാസാഗഹരം എന്ന് പറയുന്നത്. നാസാഗഹരം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു ഗ്രസനി ഉണ്ട്. ഇതാണ് നമ്മൾ ഗ്രസനി എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രസനി. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ നാസാഗഹരം എന്ന് പറയുന്നത്. ഇനി ഇത് ഇവിടെ ഉള്ളതാണ് ശ്വാസനാളം എന്ന് പറയുന്നത്. ശ്വാസനാളം. എന്താണ് ശ്വാസനാളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇവിടെയാണ് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ. ഇത് ഇങ്ങനെ കണ്ടോ? ഇങ്ങനെയും തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? ഈ പറയുന്ന ശ്വാസനാളത്തിലാണ്. ഇതെന്താണ്? ഇത് ഗ്രസനിയുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ സാധനം കണ്ടോ? ഇതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് കാണപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശ്വാസനാളം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ശ്വസനിക എന്ന് പറയുന്നത്. എന്താണ് ശ്വസനിക? ശ്വസനിയുടെ ശാഖയാണ് നമ്മൾ ശ്വസനിക ബ്രോങ്കിയോള എന്ന് പറയുന്നത്. ആൽവിയോലസുകളിലേക്ക് തുറക്കുന്നത് എന്താണ്? ഈ പറയുന്ന ശ്വസനികയാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്ലൂറ. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലത്തെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? പ്ലൂറ എന്ന് പറയുന്നത്. കണ്ടോ? ശ്വാസകോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലമാണ് എന്ത്? പ്ലൂറ. ഇനി അടുത്ത ഏതാണ്? ഡയഫ്രം. നമുക്കറിയാം, നമ്മൾ ശ്വാസം ഇങ്ങനെ മുകളിലേക്ക് എടുക്കുമ്പോഴേക്കും നമ്മുടെ ശ്വാസകോശവും നമ്മുടെ നമ്മുടെ എല്ല് കഴിഞ്ഞിട്ടൊരു വയറുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലേ? ഇതിനെയാണ് നമ്മൾ ഡയഫ്രം എന്ന് പറയുന്നത്. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയെ പറയുന്ന പേരാണെന്ത്? ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ആൽവിയോള അതെന്താണെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. ആൽവിയോലസ് ശ്വസനികയുടെ അഗ്രഭാഗത്തു കാണപ്പെടുന്ന ഇലാസ്റ്റികതയുള്ള അതിലോല സ്തര അറകളെയാണ് നമ്മൾ ആൽവിയോലസ് എന്ന് പറയുന്നത്. കുറേ കുഞ്ഞു അറകളാണ്. ഇവയുടെ ഉപരിതലത്തിൽ വലക്കണ്ണികൾ പോലെ ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ അറകളുണ്ട്. അതിന്റെ പുറത്ത് എന്തുണ്ട്? രക്തലോമികകളുണ്ട്. 2 ശ്വാസകോശങ്ങളിലുമായി ഏകദേശം 70 കോടി ആൽവിയോലസുകളുണ്ട്. എന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ഉണ്ടെന്ന്. ആൽവിയോലസുകളുടെ ഉപരിതല വിസ്തീർണം ഏകദേശം 70 മീറ്റർ സ്ക്വയർ ആണ്. ഇവ ശ്വസന പ്രതലത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിച്ച് വാതക വിനിമയം, ഗ്യാസ് എക്സ്ചേഞ്ച് എന്താക്കുന്നുണ്ട്? കാര്യക്ഷമമാക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് അപ്പൊ ആൽവിയോലസ്. അപ്പൊ ഇതിന്റെ ആ ഒരു പ്രോസസ്സ് നമുക്ക് മനസ്സിലായല്ലോ. എന്തൊക്കെയാണ്? നാസാരന്ധ്രം അല്ലെ? ആദ്യം തന്നെ വരുന്ന നാസാരന്ധ്രമാണ്, നോസ്ട്രിൽസ് ആണ്. പിന്നെ വരുന്ന നാസാഗഹരം, പിന്നെ ശ്വാസനാളമുണ്ട്, ഗ്രസനിയുണ്ട്, ശ്വസനികയുണ്ട്, പ്ലൂറയുണ്ട്, ഡയഫ്രം ഉണ്ട്. ഓക്കെ, കണ്ടോ? ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അന്തരീക്ഷ വായു നാസാരന്ധ്രത്തിലൂടെ നോസ്ട്രിൽ അല്ലെ ആൽവിയോലസിലേക്ക് എത്തുന്നവരെയുള്ള പാതയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി നോക്കിക്കേ, നിങ്ങൾ കായിക വിനോദങ്ങളിലും വ്യായാമത്തിലും ഏർപ്പെടാറില്ലേ? ഇത്തരം സന്ദർഭങ്ങൾ വെന്റിലേഷൻ, ശ്വാസോച്ഛ്വാസ നിരക്കിൽ മാറ്റം. വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ വായു അകത്തേക്കും പുറത്തേക്കും വരുന്നില്ലേ? ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ വെന്റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ? നമുക്കറിയാം, നമ്മൾ നന്നായിട്ടൊക്കെ ഓടിയിട്ടൊക്കെ വന്ന് നിൽക്കുവാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കിതക്കും അല്ലെ? അപ്പൊ എന്താണ്? നമ്മൾ ആ വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസ നിരക്കിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഇനി അവിടെ കുറച്ച് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെന്റിലേഷൻ നിരക്ക് എത്രയാണ് എക്സ്പെരിമെന്റ് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കായിക വിനോദങ്ങളിലും വ്യായാമത്തിലും ഏർപ്പെടുമ്പോൾ പേശി പ്രവർത്തനം കൂടുന്നതിനാൽ കൂടുതൽ ഊർജം ആവശ്യമാണ്. ഊർജം കൂടുതൽ വേണ്ടതിനാൽ ഓക്സിജന്റെ ആവശ്യകത അവിടെ വർദ്ധിക്കുന്നു. കൂടാതെ ശരീരത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളേണ്ടതായും വരുന്നുണ്ട്. ഇതിനാലാണ് ശ്വസന പ്രക്രിയയിലെ ആദ്യഘട്ടമായ ശ്വാസോച്ഛ്വാസത്തിന്റെ നിരക്ക് വളരെയധികം കൂടുന്നത്. അപ്പൊ നമ്മൾ പറയുകയാണ്, ഓടിയിട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു എയറിനെ എടുക്കുന്നത് ഭയങ്കര സ്പീഡ് കൂടും അല്ലെ? ആ ഒരു വെന്റിലേഷന്റെ പ്രോസസ്സ് ഭയങ്കരമായിട്ട് കൂടും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് എന്ത് വേണം? ഊർജ്ജം വേണം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് വേണോ ആ സംഭവം? വേണ്ട. നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഊർജ്ജം വളരെയധികം കൂടുതലായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരും. സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിക്ക് കൂടുതൽ ഓക്സിജൻ വേണ്ടതായിട്ട് വരും. ഈ പറയുന്ന നമ്മൾ ഉച്ഛ്വാസത്തിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതിനെ അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പുറന്തള്ളപ്പെടുന്നതിനും എന്ത് വേണം? ഊർജ്ജത്തിന്റെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി എന്താണ് വെന്റിലേഷൻ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്.
അന്തരീക്ഷത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള വായുവിന്റെ സഞ്ചാരം, വെന്റിലേഷൻ. നമ്മൾ പറയില്ലേ വീടുകൾക്ക് വെന്റിലേഷൻ വേണം. എന്താണ് പറയുന്നത് വെന്റിലേഷൻ? അല്ലെ, കുഞ്ഞു കുഞ്ഞു ഇപ്പൊ നമ്മൾ ഓരോ റൂമിന്റെയൊക്കെ മേളിൽ കാണാം ഇങ്ങനെ ഒരു ഹോൾ ഇട്ടുണ്ടാകും. എയറിന്റെ പാസേജ് നടക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വെന്റിലേഷൻ ഉണ്ടെങ്കിൽ നല്ല ശുദ്ധവായു അകത്തേക്ക് കയറുള്ളൂ എന്നൊക്കെ പറയും വീടുകളിലൊക്കെ. എന്താണ് സംഭവം? ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന അകത്തേക്കും പുറത്തേക്കുമുള്ള ആ ഒരു വായുവിന്റെ സഞ്ചാരം നമ്മുടെ ശരീരത്തിലാവുമ്പോൾ എന്താണ്, മനുഷ്യശരീരത്തിനുള്ളിലേക്കും അതിൽ നിന്ന് പുറത്തേക്കുമുള്ള ആ ഒരു വായുവിന്റെ സഞ്ചാരത്തെ പറയുന്ന പേരാണ് എന്ത്? വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്ന എത്ര ഘട്ടങ്ങളുണ്ട്? 2 ഉണ്ട്. എന്തൊക്കെയായിരിക്കും? ഒന്ന് ഉച്ഛ്വാസമാണ്, ഇൻസ്പിരേഷൻ ആണ്. 2 നിശ്വാസമാണ്, എക്സ്പിരേഷൻ ആണ്. അല്ലെ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? അന്തരീക്ഷ വായു ശ്വാസകോശത്തിനുള്ളിലേക്ക് കടക്കുന്നതിനാണ് ഉച്ഛ്വാസം എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് ഉച്ഛ്വാസമാണ്, പുറത്തേക്ക് എന്താണ്? നിശ്വാസമാണ്. അപ്പൊ എന്താണ് നിശ്വാസം എന്ന് പറഞ്ഞാൽ എന്ത് പറയും? വായു ശ്വാസകോശത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന അവസ്ഥ. അല്ലെ, വായു ശ്വാസകോശത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക്. ഇവിടെ തിരിച്ചാണ്, അന്തരീക്ഷത്തിൽ നിന്ന് ഉള്ളിലേക്ക് ശ്വാസകോശത്തിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് വരുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് നിശ്വാസം അഥവാ എക്സ്പിരേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നമുക്ക് 2 തരം പേശികളാണ് നമ്മൾ ഈ പറയുന്ന ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് ഇന്റർകോസ്റ്റൽ പേശിയാണ്. ഇന്റർകോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ഇതുകൊണ്ട് നമ്മുടെ വാരിയെല്ലുകളുടെ ഇടയിൽ ഇങ്ങനെ ഒരു പേശിയുണ്ട്. അതിനെയാണ് നമ്മൾ ഇന്റർകോസ്റ്റൽ പേശി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡയഫ്രം ഉണ്ട്. ഇവിടെ പേശി നിർമ്മിതമായിട്ട് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ റാ പോലെ കാണപ്പെടുന്ന ഒരു സാധനമുണ്ട്. അതിനെയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ സഹായം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ എന്താണ്? വാരിയെല്ല് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇതിന്റെ 3ന്റെയും ഒരേപോലുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. വായു അകത്തേക്ക് എടുക്കാനും വായു പുറത്തേക്ക് വരാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളതാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഉച്ഛ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകൾ ശരിയേത് തെറ്റേതെന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പൊ നോക്കിക്കേ, ഉച്ഛ്വാസം എന്ന് പറയുമ്പോൾ എന്താണ്? ഉച്ഛ്വാസം വായു ഉള്ളിലേക്കാണ് വരുന്നത്. വായു ഉള്ളിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഇന്റർകോസ്റ്റൽ പേശികളൊക്കെ ചുരുങ്ങും, സങ്കോചിച്ചു വരും. വാരിയെല്ല് ഉയരും. വാരിയെല്ല് ഉയർന്നാലല്ലേ ഉള്ളിലോട്ട് ഗ്യാപ്പ് വരുവുള്ളൂ. ഡയഫ്രം എന്ത് ചെയ്യും? സങ്കോചിക്കും. ഡയഫ്രം സങ്കോചിക്കും എന്ന് പറയുമ്പോഴേക്കും കണ്ടോ, ഡയഫ്രം സങ്കോചിക്കുമ്പോഴേക്കും അവിടെ കുറച്ചധികം ഗ്യാപ്പ് വരും അതിൻ്റെ ഉള്ളിൽ. കണ്ടോ, ഇവിടെ നോക്കിക്കേ, ഡയഫ്രം ചുരുങ്ങിയിരിക്കുവാണ്. ഇത് സങ്കോചിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വരും. കണ്ടോ, സങ്കോചിക്കുമ്പോഴേക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഉള്ളിൽ കുറച്ച് ഗ്യാപ്പ് വരും. ഉള്ളിൽ ഗ്യാപ്പ് വരുമ്പോൾ പുറത്തുള്ള വായു സുഖമായിട്ട് ഇതിനകത്തേക്ക് കയറാൻ പറ്റും. അപ്പോൾ ഉച്ഛ്വാസ സമയത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇന്റർകോസ്റ്റൽ പേശി സങ്കോചിക്കുന്നു, വാരിയെല്ല് ഉയരുന്നു, ഡയഫ്രം സങ്കോചിക്കുന്നു. നിശ്വാസം, നമ്മൾ പുറത്തേക്ക് വായു കളയുവാണ്. എന്ത് സംഭവിക്കുന്നു? ഇന്റർകോസ്റ്റലും ഡയഫ്രവും പൂർവ്വസ്ഥിതി പ്രാപിക്കും. ഓക്കെ, പഴയ അവസ്ഥയിലേക്ക് വരും. വാരിയെല്ല് എന്താണ് ചെയ്യുന്നത്? വാരിയെല്ല് താഴുന്നു. കണ്ടോ, ഇവിടെ എന്താണ്? വാരിയെല്ല് ഉയരുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുകയാണ്. ഉച്ഛ്വാസം ഉള്ളിലേക്ക് ഉയരുന്നു. കണ്ടോ, എല്ലാം മൂവാണ്. കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. സങ്കോചിക്കുകയാണ് ഇവിടെ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? വായു എന്ത് സംഭവിക്കുന്നു? നിശ്വാസ സമയത്ത് വാരിയെല്ലുകൾ താഴുന്നു. ഈ 3 സ്റ്റേറ്റ്മെന്റുകളും 6 പഠിക്കണം. കയറി ചോദിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. നോക്കാം നമുക്ക്. ഇന്റർകോസ്റ്റൽ പേശികളുടെ പ്രവർത്തനം എന്താണ് സംഭവിക്കുന്നത്? ഉച്ഛ്വാസ സമയത്ത് സങ്കോചിക്കുന്നു, അല്ലെ? നിശ്വാസ സമയത്ത് എന്താകും? പൂർവ്വസ്ഥിതി പ്രാപിക്കും. വാരിയെല്ലുകളുടെ ചലനം, ഉച്ഛ്വാസം ഇവിടെ എന്താണ്? അപ്പോ ഉയരുന്നു. ഇവിടെ എന്താണ്? നിശ്വാസ സമയത്ത് എന്ത് സംഭവിക്കുന്നു? താഴുന്നു. ഇനി ഡയഫ്രത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? ഇന്റർകോസ്റ്റൽ പേശികൾ സങ്കോചിക്കുകയാണെങ്കിൽ ഇവിടെയും എന്ത് സംഭവിക്കുന്നുണ്ട്? സങ്കോചിക്കുന്നു. നിശ്വാസ സമയത്ത് എന്ത് സംഭവിക്കുന്നു? പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഔരസാശയത്തിന്റെ വ്യാപ്തം കൂടുന്നു. ഔരസാശയം എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടിച്ചേരുന്ന ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ ഔരസാശയം എന്ന് പറയുന്നത്. അവിടുത്തെ വ്യാപ്തം കൂടിയാൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? പുറത്തുള്ള വായു ഉള്ളിലേക്ക് കയറുന്നത്. വ്യാപ്തം കുറയുമ്പോൾ എന്ത് ചെയ്യും? ആ വായു ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകും. ശ്വാസകോശത്തിലെ വായുമർദ്ദം എന്ത് സംഭവിക്കുന്നു? കുറയുന്നു. ശ്വാസകോശത്തിലെ വായുമർദ്ദം കുറയുമ്പോഴാണ് കൂടുതൽ ഉള്ളിടത്തുനിന്ന് കുറഞ്ഞതിലേക്ക് വായു കയറി വരുന്നത്. നിശ്വാസ സമയത്ത് ഇവിടെ എന്തായിരിക്കും? കൂടുന്നു. അപ്പോഴാണ് അകത്ത് വായുവിന്റെ മർദ്ദം കൂടുതലും പുറത്ത് കുറവുമാകുമ്പോഴാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് എപ്പോഴും അറിയാം, എപ്പോഴും കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്കേ വരുള്ളൂ വായു നല്ല എന്ത് സാധനമാണെങ്കിലും. അപ്പൊ ഇവിടെ നമുക്കറിയാം പുറത്ത് വായുവിന്റെ മർദ്ദം കൂടുതലാണ്, അകത്ത് കുറവാണ്. സ്വാഭാവികമായിട്ടും കൂടിയെടുത്തുനിന്ന് കുറവുള്ളിടത്തേക്ക് വായു കയറി വരും. ഇനി നേരെ ഇവിടെ തിരിച്ചാവുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഇപ്പൊ കൂടുതലാണ്, അല്ലെ? പുറത്ത് കുറവാണ്. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് വായു പുറത്തേക്ക് പോകും. വായുവിന്റെ സഞ്ചാരം എന്താണ്?
ഇവിടെ എന്തായിരിക്കും? ഉച്ഛ്വാസം എന്ന് പറയുമ്പോൾ പുറത്തു നിന്ന് അകത്തേക്കാണ് വായു വരുന്നത്. നിശ്വാസ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? അകത്ത് നിന്ന് പുറത്തേക്കായിരിക്കും വായു പോകുന്നത്. ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യുക? നിങ്ങളിപ്പോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ ഒരു ബോക്സ് ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഈ ഒരു ബോക്സ് ആയിരിക്കും നമുക്ക് PSC പരീക്ഷകൾക്ക് എന്ത് ചെയ്യുക? വിശദീകരിച്ചങ്ങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരിക. ഓക്കെ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉച്ഛ്വാസവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഉച്ഛ്വാസ സമയത്ത് ശ്വാസകോശത്തിന്റെ വായുമർദ്ദം കൂടുന്നു. ശരിയാണോ? തെറ്റാണ് അല്ലെ? വായുമർദ്ദം കുറയുമ്പോഴാണ് ഉള്ളിലേക്ക് വായു കയറുന്നത്. അങ്ങനെയായിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ശ്വസന പ്രക്രിയയിലെ ആദ്യ ഘട്ടമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അല്ലെ? വായു അകത്തേക്കൊക്കെ വന്നു. ആൽവിയോലസിൽ എത്തിയ വായുവിൽ നിന്നും ഓക്സിജനെ രക്തത്തിലേക്കും രക്തത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ആൽവിയോലസിലേക്കും കൈമാറുന്നതാണ് അടുത്ത ഘട്ടം. ഇതിനെയാണ് നമ്മൾ ആൽവിയോലാർ ഗ്യാസ് എക്സ്ചേഞ്ച് അഥവാ ആൽവിയോലാർ വാതക വിനിമയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വായു എവിടെ എത്തി? അകത്തെത്തി. ഇനി അകത്തെത്തിയിട്ട് വെറുതെ അവിടെ ഇരുന്നാൽ മതിയോ? ഇല്ല, അവിടെ ഒത്തിരി പ്രോസസ്സ് പിന്നെയും നടക്കാനുണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പറയുന്നത് ഗ്യാസ് എക്സ്ചേഞ്ച്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കാനുള്ളത് എന്താണ് ഈ പറയുന്ന ആൽവിയോലാർ ഗ്യാസ് എക്സ്ചേഞ്ച് അഥവാ ആൽവിയോലാർ വാതക വിനിമയം എന്നുള്ളത്. നോക്കിക്കേ, ആൽവിയോലസുകളും അവയെ പൊതിഞ്ഞിരിക്കുന്ന രക്തലോമികളുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നോർമലി നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ വഹിച്ചിരിക്കുന്ന എന്താണ് നമ്മൾ ശ്വാസച്ചുള്ളിലേക്ക് എടുക്കുന്ന ആ ഒരു വായുവിൽ എന്തുണ്ടാകും? ഈ പറയുന്ന ഓക്സിജന്റെ കണ്ടന്റ് ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണല്ലോ നമ്മൾ പുറന്തള്ളുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇതിൻ്റെ ഉള്ളിൽ ഓക്സിജന്റെ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും. ഇനി ഇവിടെ എന്താണ് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ്? ഇവിടെ നമ്മൾ പറഞ്ഞു രക്തലോംഗികളാണ് ഇതിന് ചുറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ എന്തുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ബോഡിയിലെ പല പ്രവർത്തനങ്ങളുടെയും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഇതിലേക്ക് തിരിച്ചു കൊടുക്കുന്നു അല്ലെ? ഇവിടെ എന്താണ്? ഈ രക്തത്തില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കൂടുതലാണ്. കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്കായിരിക്കും സംഭവിക്കുന്നത്. എന്ത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ? ആ ഒരു പ്രോസസ്സിൽ ഇവിടെ ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ഓക്സിജന്റെ ഗാഢതയാണ് കൂടുതൽ. ഇവിടെ എന്താണ്? ഓക്സിജന്റെ ഗാഢത കുറവാണ്. സോ കൂടുതലുള്ള ഗാഢത കൂടിയെടുത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് ഓക്സിജൻ കൈമാറ്റം ചെയ്യും. ഇത് ഓരോ ബോഡി പാർട്സിലേക്ക് പോകുന്നുണ്ട് ബ്ലഡ് വഴി. ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ ആൽവിയോലാർ വാതക വിനിമയം എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒറ്റ നിര കോശങ്ങളായി നിർമ്മിതമായിട്ടുള്ള ഒരു ആൽവിയോലസ് ഭിത്തിയുണ്ട് കണ്ടോ. ഇനി ഇതെന്താണ് ഈ ഒരു പ്രോസസ്സ്? ഈ പറയുന്ന ചുമ്മാ ഇവിടെ നേരെ ഇത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉള്ളിലേക്കും ഓക്സിജൻ പുറത്തേക്കും അല്ല പോകുന്നത്. ഈ ഒരു പ്രോസസ്സിന് കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമുക്കിനി അടുത്ത ചർച്ച ചെയ്യാനുള്ളത്. നോക്കാം നമുക്ക്. അതിനു മുമ്പ് കൂടി പറയുന്നുണ്ട് ആൽവിയോലസിന്റെയും രക്തലോമികളുടെയും ഭിത്തിയുടെ സവിശേഷത എന്താണ്? രണ്ടും എന്താണ്? ഒറ്റ നിര കോശങ്ങളാണ് അല്ലെ? ഒറ്റ നിര കോശങ്ങളാണ്. ഭിത്തിയിലെ ഈർപ്പത്തിന്റെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് അവിടെ ഈർപ്പം ഉണ്ടാകുന്നത്? ഈർപ്പമുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ശ്വസനവാതകങ്ങൾ ലയിക്കും ആ വെള്ളത്തിൽ. അവിടെ എന്താണ്? ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ എന്താക്കുന്നു? എളുപ്പത്തിലാക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആൽവിയോലസിലെ ഈർപ്പത്തിന്റെ സാന്നിധ്യമുള്ളത്. ഓക്കെ, ഈ പറയുന്ന ആൽവിയോലസിലെയും രക്തലോമികളുടെയും ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഗാഢത എങ്ങനെയാണ്? ഉച്ഛ്വാസ സമയം വായു നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആൽവിയോലസിൽ ഓക്സിജന്റെ ഗാഢത കൂടുതലും ഈ പറയുന്ന രക്തത്തിൽ ഓക്സിജന്റെ ഗാഢത കുറവായിരിക്കും. അവിടെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കുറവും ഇവിടെ എന്താണ്? ഗാഢത കൂടുതലുമായിരിക്കും. ഇനിയാണ് ഈ വിനിമയം നടക്കുന്നത്. അതെങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതിനു മുമ്പ് ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ആൽവിയോലസിലെ വായുവും ആൽവിയോലാർ രക്തലോമികളിലെ രക്തവും തമ്മിലുള്ള അകലം 1 മില്ലിമീറ്ററിന്റെ 1001 താഴെയാണ്. ഓക്കെ, എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ. ഈ ഭിത്തി അതായത് വളരെ കനം കുറഞ്ഞാണ്. നോക്കി, 1 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു സ്കെയിലില് ഇതാണ് നമ്മുടെ 10 അല്ലെ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ കുഞ്ഞു പോർഷനാണ് 1 മില്ലിമീറ്റർ. അതിന്റെ എന്താ പറയുന്നത്? 1001 താഴെയാണ്. അത്രയ്ക്ക് കനം കുറവായിരിക്കും അവിടെ. ആ ഒരു ചെറിയ വളരെ കനം കുറഞ്ഞൊരു മെംബ്രെയിൻ അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അവിടെ. ഇനി ഇവിടെ പറയുന്ന മറ്റൊരു പേരാണ് സർഫക്റ്റന്റ്. ഇത് ശരിക്കും 9ലെ കുട്ടികൾക്ക് ആവശ്യമില്ല. പക്ഷെ എന്താണ് നമുക്ക്, അതായത് ഒരു PSCക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഈ പറയുന്ന സർഫക്റ്റന്റ് എന്ന് പറയുന്ന ഒരു വേർഡ് പഠിച്ചു വെക്കുക. വായു നിറയുമ്പോൾ സുഗമമായി വികസിക്കാനും വായു ഒഴിയുമ്പോൾ പതുക്കെ ചുരുങ്ങാനും ആൽവിയോലസുകളെ സഹായിക്കുന്നത്
അതിൻ്റെ ഉള്ളിലെ സർഫക്റ്റന്റ് എന്ന പദാർത്ഥങ്ങളാണ്. ഓക്കെ, അപ്പൊ ആൽവിയോലസുകളുടെ എന്താണ് ആ ചുരുങ്ങലിന് സഹായിക്കുന്ന പദാർത്ഥമാണ് എന്ത്, സർഫക്റ്റന്റ് എന്ന് പറയുന്നത്. ഇവയുടെ അളവ് തീരെ കുറവായാൽ വെന്റിലേഷൻ, നമ്മുടെ ഉച്ഛ്വാസ നിശ്വാസ പ്രോസസ്സ് എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പറയത്തില്ലേ കുട്ടിയെ വെന്റിലേറ്ററിലാക്കി എന്നൊക്കെ പറയത്തില്ലേ. അതായത് മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഈ സർഫക്റ്റന്റ് എന്ന് പറയുന്ന വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, അവരെ നമ്മൾ പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലോട്ട് മാറ്റി എന്നൊക്കെ പറയുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ അവിടെ അതിനെ സഹായിക്കുന്നത് ആൽവിയോലസുകളുടെ വികസിക്കലിനും ചുരുങ്ങലിനും സഹായിക്കുന്ന പദാർത്ഥമാണ് എന്ത്, സർഫക്റ്റന്റ്. പഠിച്ചു വെക്കണേ, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇനി പറയുന്നത് ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം. അതായത് ഇതാണ് ചുണ്ണാമ്പ് വെള്ളവും ഇവിടെ നമുക്കറിയാം ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ അത് പാൽ നിറമാകുമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ കൂടി ഊതുമ്പോഴേക്കും നമ്മൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇതിലൂടെ ഇങ്ങനെ വായു ഉള്ളിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചുണ്ണാമ്പ് വെള്ളമുള്ളത് എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ശരിക്കും അതൊരു വെള്ള കളറായിട്ട് വരും. ഉച്ഛ്വാസവേളയിൽ അന്തരീക്ഷ വായുവാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്, ബി എന്ന ടെസ്റ്റ് ട്യൂബിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നിശ്വാസ വായുവിനേക്കാൾ കുറവായിരിക്കും അല്ലെ. ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഉച്ഛ്വസിക്കുകയാണ് പുറത്തേക്ക് അല്ലെ, ഇങ്ങനെ ആ ഉച്ഛ്വാസ വായുവാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. നമ്മൾ ഇവിടെ കൂടി നമ്മളിത് ഇങ്ങനെ അല്ലെ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഉച്ഛ്വാസവായു എന്ന് പറയുന്നത്, ഉച്ഛ്വാസം എന്ന് പറയുമ്പോൾ എന്താണ്, ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലെ. അവിടെ എന്തിനാണ് ഉള്ളിലേക്ക് എടുക്കുന്നതിന് ഓക്സിജൻ എന്തായിരിക്കും കൂടുതലും, കാർബൺ ഡൈ ഓക്സൈഡ് കുറവുമായിരിക്കും. എങ്കിൽ നിശ്വാസവായു ആണെങ്കിലോ, നിശ്വാസവായു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഓക്സിജൻ എന്തായിരിക്കും, കുറവായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് പറ്റും, ഈ ലായനിയുടെ നിറം എന്ത് സംഭവിക്കും, മാറിക്കൊണ്ടിരിക്കും. ഇനിയാണ് നമുക്കിത് പഠിക്കാനുള്ള, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള. നേരത്തെ നമ്മൾ പറഞ്ഞു ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. അതെന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആൽവിയോലസിൽ ഓക്സിജന്റെ ഗാഢത കൂടുതലായതിനാൽ ആൽവിയോലാർ രക്തരോമികളിലെ ഓക്സിജൻ ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കുന്നു. നമ്മളിതേ വായു ഉച്ഛ്വാസം, നമ്മൾ ഉള്ളിലേക്ക് വായു എടുത്തു. വായു ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ എന്ത് സംഭവിച്ചു, ഈ ആൽവിയോലസിന്റെ ഉള്ളിലെ ഗാഢത, എന്തിന്റെ ഗാഢത കൂടി, ഓക്സിജന്റെ ഗാഢത കൂടി. അത്രയും ഓക്കെ ആണല്ലോ. നമ്മൾ വായു ഉള്ളിലേക്ക് എടുത്തു, ഉള്ളിലേക്ക് എടുക്കുന്ന വായുവിൽ ഓക്സിജൻ ഉള്ളിലേക്ക് എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ വെളിയിലേക്ക് കളയുന്നത്. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അവിടെ ഓക്സിജന്റെ അളവ് വളരെ കൂടുതലാണ്. ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, രക്തത്തിലേക്ക് ഡിഫ്യൂഷനിലൂടെ വ്യാപിക്കും. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഗാഢത കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് പോകുന്നതിനാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇത് ബ്ലഡിലെത്തി. എന്തെത്തി, ഓക്സിജൻ ബ്ലഡിലെത്തി. ശ്വാസകോശത്തിൽ വെച്ച് ചെറിയൊരു ഓക്സിജൻ പ്ലാസ്മയിലേക്ക് പോകും. നമുക്കറിയാം ഓക്സിജൻ പാർട്ടികൾ അല്ലെ, ഒന്ന് പ്ലാസ്മയുണ്ട് അല്ലെ, പിന്നെ എന്തൊക്കെയുണ്ട്, നമുക്ക് അതിനകത്ത് കുറെ ബ്ലഡ് സെൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ കുറച്ച് ഭാഗം പ്ലാസ്മയിലോട്ട് അങ്ങ് പോയി, ബാക്കി അപ്പൊ അതങ്ങ് പൊക്കോട്ടെ. ഇനി നോക്കാം നമുക്ക്. ബാക്കിയുള്ള ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് എന്തായിട്ട് മാറുന്നു, ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. എന്താ പറയുന്നത്, ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. അപ്പൊ നമ്മുടെ ഓക്സിജൻ ആൽവിയോലസിൽ നിന്ന് രക്തത്തിലേക്ക് എത്തി ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറി. കോശത്തിനടുത്ത് വെച്ച് ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ച് ഓക്സിജൻ സ്വതന്ത്രമാകുന്നു. അപ്പൊ അങ്ങനെ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് അങ്ങനെ വരുവാണ്. അതങ്ങ് വന്നിട്ട് പെട്ടെന്ന് എന്ത് സംഭവിക്കുന്നുണ്ട്, അത് നമ്മുടെ ബ്ലഡിൽ വെച്ച് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഓക്സി ഹീമോഗ്ലോബിൻ, അതായത് കോശത്തിനടുത്തെത്തും. ഒരു കോശത്തിനടുത്ത് എത്തിക്കഴിയുമ്പോഴേക്കും, അത് ഇവിടാണ് കോശമെങ്കിൽ ഈ ബ്ലഡ് ഇവിടെ വരെ എത്തിക്കഴിയുമ്പോഴേക്കും ഇവിടെ വെച്ച് എന്ത് സംഭവിക്കും, അത് എന്തായിട്ട് മാറും, ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിച്ചിട്ട് ഓക്സിജൻ സ്വതന്ത്രമാകും, ഓക്സിജൻ വേറെ പോകും. ഇനി പറയുന്നത് രക്തത്തിൽ നിന്നും ഓക്സിജൻ ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെയുള്ള കോശത്തിലേക്കും പ്രവേശിക്കുന്നു. അപ്പോൾ ഓക്സിജൻ ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. ഇത് ഓക്സി ഹീമോഗ്ലോബിൻ ആയിരുന്നു, അത് ഇവിടെ വന്നപ്പോൾ ഓക്സിജൻ ആയിട്ട് മാറി. ഈ ഓക്സിജൻ നേരെ ശ്വാസത്തിനകത്തേക്ക് എങ്ങോട്ടേക്ക് പോകും, കോശത്തിന്റെ അകത്തേക്ക് പോകും. ബാക്കിയുള്ളത് എന്താണ്, ടിഷ്യൂ ദ്രവത്തിലേക്കും പോകും. നമുക്കറിയാം ഇവിടെ ടിഷ്യൂ ദ്രവങ്ങൾ ഉണ്ടെന്നറിയാം. അപ്പൊ എന്താണ്, അപ്പൊ കോശത്തിന്റെ ഉള്ളിലേക്ക് ഓക്സിജൻ എത്തി. അവിടെയാണ് നമ്മുടെ കോശ ശ്വസനം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെയാണ് അവിടെ ഊർജം ഉണ്ടാകുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് തന്നെ അപ്പൊ അങ്ങനെ ഓക്സിജൻ എങ്ങനെ വന്നു, നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്, ആൽവിയോലസിൽ എത്തുന്ന ഓക്സിജൻ നേരെ ബ്ലഡിലേക്ക് കൊടുക്കുന്നു. ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു, അതിനെ ബ്ലഡിലെ ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനുമായിട്ട് അതിനെ വഹിച്ചുകൊണ്ട് പോയി ഒരു കോശത്തിന്റെ അടുത്തെത്തുമ്പോൾ അത് വിഘടിച്ച് വീണ്ടും അത് ഓക്സിജൻ ആയിട്ട് മാറുന്നു. ആ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, കോശത്തിന്റെ ഉള്ളിലേക്ക് ടിഷ്യൂ ദ്രവത്തിലേക്ക് കൊടുക്കും. അങ്ങനെ ഓക്സിജൻ അവര് കോശ ശ്വസനം നടക്കും. അത് കഴിയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വരുന്നു. നമ്മൾ എന്താണ് ശ്വസിക്കുമ്പോൾ ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തു വരുന്നു. അത് തന്നെയാണ് കോശത്തിനുള്ളിൽ നടക്കുന്നത്. കോശത്തിലേക്ക് എത്തുന്ന ഓക്സിജനെ കോശം സ്വീകരിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ വെളിയിലേക്ക് കളയും. അത് നമുക്ക് നോക്കാം.
അതിനു മുമ്പ് എന്ത് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ അങ്ങനെ പുറത്തേക്ക് വന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ അങ്ങനെ ഇനി ഓക്സിജന്റെ കാര്യം കഴിഞ്ഞു, ഇനി നമുക്കെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ടിഷ്യൂ ദ്രവത്തിലേക്കും അവിടെ നിന്ന് രക്തത്തിലേക്കും പ്രവേശിക്കുന്നു. അപ്പൊ കോശത്തിനുള്ളിൽ എന്തായിട്ട് മാറി? ഇതൊരു കോശമാണ്, ഇവിടെ നിന്ന് ഇത് ഓക്സിജൻ ഉള്ളിലേക്ക് കയറി, ഇത് ഓക്സിജൻ ഇവിടെ സ്വീകരിച്ചിട്ട് പുറത്തേക്ക് എന്തിനാക്കും? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളും. ആ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ബ്ലഡിലേക്ക് തന്നെ പോകും. ഇനി ആ ബ്ലഡിൽ നിന്ന് ഈ പറയുന്ന 7%, നമ്മളിവിടെ ഓക്സിജൻ പറഞ്ഞു, കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാസ്മയിൽ ലയിക്കുന്നുണ്ട്. സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിൽ ലയിച്ചു പോകും. ബാക്കിയുള്ള 23% എന്തായിട്ട് മാറുന്നു? ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് മാറുന്നു. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആകുന്നു. ഇവിടെ എന്താണ്? 23% കാർബൺ ഡൈ ഓക്സൈഡ് എന്തുമായിട്ട് കൂടിച്ചേർന്ന്? ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ എന്നൊരു പ്രോസസ് ആയിട്ട് മാറുന്നു. ഓക്കെ ആണല്ലോ? ഇനിയുള്ള അപ്പൊ 23, 7, 30 ബാക്കി 70% RBCയിലെ ജലവുമായി സംയോജിച്ച് എന്തായിട്ട് മാറും? ബൈകാർബണേറ്റുകളായിട്ട് മാറുന്നു. എന്തായിട്ടാകുന്നു? ബൈകാർബണേറ്റുകൾ. അപ്പൊ 7% പ്ലാസ്മയിലേക്ക് പോയി, 23% കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറി, ബാക്കി 70% ബൈകാർബണേറ്റുകളായിട്ട് മാറി. ഇനി എന്താണ്? ആൽവിയോലാർ രക്തലോമികളിൽ വെച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റുകളും ഒക്കെ വിഘടിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാസ്മയിലേക്ക് എത്തുന്നു. കണ്ടാ? വീണ്ടും ഈ പറയുന്ന ബൈകാർബണേറ്റുകളും കാർബമിനോ ഹീമോഗ്ലോബിനും ഒക്കെ വിഘടിച്ചിട്ട് നമുക്ക് വേണ്ട എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പുറന്തള്ളണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു സാധനമാണത്. അപ്പൊ നമുക്ക് അതിനെ പുറന്തള്ളിയേ പറ്റുള്ളൂ. എന്നിട്ട് എന്തായിട്ട് മാറും? വീണ്ടും അത് പ്രോസസ് ചെയ്തത് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. അപ്പൊ എന്താ? അപ്പൊ വീണ്ടും ബ്ലഡിൽ ഇതേ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ ഇതിൻ്റെ ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കുറവാണ്. സ്വാഭാവികമായിട്ടും ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗാഢത കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞ ആൽവിയോലസിന്റെ ഉള്ളിലോട്ട് കയറും, എന്നിട്ട് അത് പുറന്തള്ളപ്പെടും. ഇതാണ് നമ്മൾ ഈ പറയുന്ന ഉച്ഛ്വാസ നിശ്വാസ സമയത്ത് നടക്കുന്ന നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യം നമ്മൾ ഉച്ഛ്വാസം, ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് പോകും, അതിൽ കുറച്ച് ഭാഗം പ്ലാസ്മയിലേക്ക് പോകും, ബാക്കിയുള്ളത് ഹീമോഗ്ലോബിനുമായി കൂടി ചേർന്ന ഓക്സി ഹീമോഗ്ലോബിൻ ആകും. അത് നേരെ വന്നിട്ട് കോശത്തിന്റെ അടുത്ത് വരുമ്പോൾ വീണ്ടും വിഘടിച്ച് എന്തായിട്ട് മാറും? ഓക്സിജൻ കോശത്തിലേക്ക് കൊടുക്കും. അതിൻ്റെ ഉള്ളിൽ കോശശ്വസനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിനുശേഷം അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ 7% പ്ലാസ്മയിലേക്കും 23% ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്ന കാർബമിനോ ഹീമോഗ്ലോബിനും ബാക്കിയുള്ള 70% RBCയിലെ എന്താണ്? ജലവുമായി സംയോജിച്ചിട്ട് എന്തായിട്ട് മാറും? ബൈകാർബണേറ്റ് ആയിട്ട് മാറും. അത് വീണ്ടും സഞ്ചരിച്ച് എന്ത് ചെയ്യും? വീണ്ടും ഈ പറയുന്ന ബൈകാർബണേറ്റുകളും കാർബമിനോ ഹീമോഗ്ലോബിനും എന്തായിട്ട് സ്പ്ലിറ്റ് ആകും? വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുകയും, അപ്പൊ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗാഢത കൂടും, ആൽവിയോലസിലെ ഗാഢത കുറവാണ്. സ്വാഭാവികമായിട്ടും ഗാഢത കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സിലൂടെ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോലസിന്റെ ഉള്ളിൽ പ്രവേശിക്കും. അവിടെ നിന്ന് നമ്മൾ നിശ്വാസം പുറത്തേക്ക് തള്ളി എന്ത് ചെയ്യുന്നുണ്ട്? ആ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ പുറന്തള്ളപ്പെടുന്നു. ഇതാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ പറഞ്ഞ ഈ ഒരു പ്രോസസ്സിൽ പറഞ്ഞ കോശ ശ്വസനം ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പലതവണ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വ്യത്യാസങ്ങൾ ഡിഫറൻഷിയേറ്റ്, ഇപ്പോൾ 9ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറയും. ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും തമ്മിലുള്ള എന്താണ് അതിനെ വേർതിരിച്ച് എഴുതുക, അതിന്റെ വ്യത്യാസങ്ങൾ എഴുതുക എന്നൊക്കെ പറയും. നമുക്ക് PSC ബേസ്ഡ് ആണെങ്കിലോ ഇതിങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് സൈക്കിൾ, 2 കാര്യങ്ങളാണ് നടക്കുന്നത്. അതിൽ നിങ്ങൾ ഓർക്കുക, ഗ്ലൈക്കോളിസിസ് എഴുതുന്നത് ഇങ്ങനെ ഒറ്റ തവണയായിട്ടല്ലേ. അപ്പൊ ഇതാണ് ആദ്യത്തെ ഘട്ടമാണെന്ന് ഓർക്കുക. ക്രെബ്സ് സൈക്കിൾ 2 ആയിട്ടാണ് എഴുതുന്നത്. അപ്പൊ അതെന്തായിരിക്കും? 2ാം ഘട്ടമാണെന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കോശശ്വസനത്തിന്റെ ആദ്യ ഘട്ടം അറിയപ്പെടുന്ന പേരാണ് ക്രെബ്സ് സൈക്കിൾ ആണോ? അല്ല. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം എന്താണ്? ഗ്ലൈക്കോളിസിസ് ആണ്. കോശശ്വസനത്തിന്റെ 2ാം ഘട്ടമാണ് എന്ത്? ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ദേ നേരെ നമ്മൾ വന്നു. ആദ്യഘട്ടമാണ് കോശദ്രവ്യത്തിൽ. അത് എവിടെ വെച്ചാണ് നടക്കുന്നത്? കോശദ്രവ്യത്തിൽ വെച്ച്. അപ്പൊ നമുക്ക് പഠിക്കാം ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം. ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും ഇവിടെ എന്താണ്? ആദ്യഘട്ടമാണ് അല്ലെ.
ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ആദ്യ ഘട്ടമാണ്. ഇവിടെ എന്താണ് നമുക്ക് പഠിക്കേണ്ടത്? രണ്ടാം ഘട്ടമാണ് ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇത്? എവിടെ വെച്ചാണ്? കോശദ്രവത്തിൽ വെച്ച് സൈറ്റോപ്ലാസം അല്ലെ, കോശദ്രവത്തിൽ വെച്ച് നടക്കുന്നു. ക്രബ്സ് സൈക്കിൾ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മൈറ്റോകോൺട്രിയയിലാണ് ക്രബ്സ് സൈക്കിൾ നടക്കുന്നത്. ഇവിടെ ഗ്ലൈക്കോളിസിസ് എന്ന പ്രോസസ്സിന് ഓക്സിജൻ വേണ്ട. ഇവിടെ എന്താണ്? ഓക്സിജൻ ആവശ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. അപ്പൊ എന്താണ് ഗ്ലൈക്കോളിസിസ് എന്ന പ്രോസസ്സ്? ഒരു അനറോബിക് ഇതാണ്, നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഗ്ലൈക്കോളിസിസ് എന്ന പ്രോസസ്സിന് എന്താവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. ക്രബ്സ് സൈക്കിൾ ആണെങ്കിൽ അവിടെ ഓക്സിജൻ ആവശ്യമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ്, നമ്മുടെ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നുണ്ട്? പൈറൂവിക് ആസിഡ് ആയിട്ട് ഇവിടെ മാറ്റുന്നു. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഇനി ഇവിടെ ഉണ്ടാകുന്നത് 2 ATP ആണ്. ATP എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയും. അതായത് എനർജി, 2 എനർജിയാണ് ഗ്ലൈക്കോളിസിസ് എന്ന പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാം ഘട്ടമായ ക്രബ്സ് സൈക്കിളിലേക്ക് വരുവാണ് അല്ലെ. മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് നടക്കുന്നത്. ഓക്സിജൻ ആവശ്യമാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? പൈറൂവിക് ആസിഡ്. ഈ ഗ്ലൈക്കോളിസിന്റെ പ്രോസസ്സിലൂടെ നമുക്ക് ഉണ്ടായത് എന്താണ്? പൈറൂവിക് ആസിഡ് ആണ്. ഇനി നമുക്ക് എന്താണ്? ഈ പറയുന്ന പൈറൂവിക് ആസിഡിനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഈ പറയുന്ന പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും എന്തുമായിട്ട് മാറുന്നു? ജലവുമായിട്ട് മാറുന്നു. ഇവിടെ എന്തുണ്ടാകുന്നു? 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ക്രബ്സ് സൈക്കിളിൽ 28 ഊർജ്ജം ഉണ്ടാകുന്നു. ഗ്ലൈക്കോളിസിസ് 2 ഊർജ്ജം ഉണ്ടാകുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ പഠിക്കണേ. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുമ്പോൾ കോശശ്വസനത്തിന്റെ ആദ്യഘട്ടമാണ്. രണ്ടാം ഘട്ടം ക്രബ്സ് സൈക്കിൾ ആണ്. ഇവിടെ കോശദ്രവ്യമാണ്. ക്രബ്സ് സൈക്കിൾ മൈറ്റോകോൺട്രിയാണ്. ഗ്ലൈക്കോളിസിസിൽ ഓക്സിജൻ ആവശ്യമില്ല. ക്രബ്സ് സൈക്കിളിൽ ഓക്സിജൻ ആവശ്യമുണ്ട്. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസിനെ പൈറോവിക് ആസിഡ് ആക്കി മാറ്റുന്നു. ക്രബ്സ് സൈക്കിളിലോ ക്രബ്സ് പരിവൃത്തി എന്ന് പറയും കേട്ടോ അല്ലോ. അപ്പോൾ പൈറോവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാക്കി മാറ്റുന്നു. ഗ്ലൈക്കോളിസിസിൽ 2 ATP ഊർജ്ജം ഉണ്ടാകുന്നു. ക്രബ്സ് സൈക്കിളിൽ 28 ATP. അങ്ങനെ മൊത്തം എത്രയായി? 30 ATP ഊർജ്ജമാണ് ഒരു കോശശ്വസനം നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജ്ജ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? കോശശ്വസനം. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഊർജ്ജം സ്വതന്ത്രമാക്കും. ഇതിനെയാണ് നമ്മൾ കോശശ്വസനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓക്സിജന്റെ സംവഹനം, രക്തത്തിൽ നിന്നും കലകളിലേക്കുള്ള ഓക്സിജന്റെ പ്രവേശനം എങ്ങനെയാണെന്ന് മനസ്സിലായി. കോശശ്വസനം എന്താണെന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. നടക്കുന്ന ഭാഗം ഏതാണ്? ഓക്കെ, ഇവിടെ എന്താണ് നടക്കുന്ന ഭാഗം ചോദിച്ചാൽ, ഗ്ലൈക്കോളിസിസിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് കോശദ്രവ്യമാണ്. കോശദ്രവ്യം. ഓക്കെ, ഇവിടെയാണെങ്കിലോ ഏതാണ്? ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയാണ്. ഇത് 1ാം ഘട്ടമാണ്, ഇത് 2ാം ഘട്ടമാണ്. ഇനി എന്താണ്? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങൾ ഏതാണ്? ഇവിടെ എന്താകുന്നു? ഗ്ലൂക്കോസ് ആണ് പദാർത്ഥം അല്ലെ. പങ്കെടുക്കുന്ന പദാർത്ഥം ഗ്ലൂക്കോസ് ആണ്. ഉൽപ്പന്നമായിട്ട് എന്താണ് ലഭിക്കുന്നത്? നമുക്ക് പൈറൂവിക് ആസിഡും ലഭിക്കും. അതേപോലെ തന്നെ എന്താണ്? 2 ATP കൂടി ലഭിക്കില്ലേ? ഇവിടെ ഊർജ്ജവും ലഭിക്കും. ഇവിടെ ഓക്സിജൻ ആവശ്യമുണ്ടോ? ഇല്ല. ക്രബ്സ് സൈക്കിൾ വരുമ്പോൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന എന്താണ്? ഇവിടെ നിന്ന് ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു? പൈറൂവിക് ആസിഡായി മാറുന്നു. ആ പൈറൂവിക് ആസിഡാണ് എന്ത്? ക്രബ്സ് സൈക്കിൾ വരുമ്പോഴേക്കും അവിടെ പങ്കെടുക്കുന്നത്. അവിടെ എന്താണ് ബൈ പ്രൊഡക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, വാട്ടർ ഉണ്ടാകുന്നു, പിന്നെ എന്താണ്? 28 ATP ഊർജ്ജവും ഉണ്ടാകുന്നു. ഇവിടെ ഓക്സിജന്റെ ആവശ്യകത ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ എന്താണ്? ക്രബ്സ് സൈക്കിൾ ആണെങ്കിൽ ഓക്സിജന്റെ ആവശ്യം ഉണ്ട് എന്ന് വേണം. നെക്സ്റ്റ് നോക്കാം. കോശശ്വസന ഫലമായി ഉണ്ടാകുന്ന ATP തന്മാത്രകളാണ് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത്. ഉപോൽപ്പന്നമായ കാർബൺ ഡൈ ഓക്സൈഡും ഒരു പരിധിവരെ ജലവും ഉടൻ തന്നെ നിശ്വാസവായുവിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഇപ്രകാരം ശ്വസനവാതകങ്ങളുടെ സംവഹനവും കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയും ചേരുന്നതിനെയാണ് ശ്വസനം എന്ന് പറയുന്നത്. കോശശ്വസനം എല്ലാം കൂടി പറയുകയാണ്. എന്താ പറയുന്നത്? കോശശ്വസനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ATP. ATP എന്ന് പറഞ്ഞാൽ എന്താണ്? ഊർജം. ആ ഊർജമാണ് നമുക്ക് എന്താണ്? ഓടിയ, ചാടുക, നടക്കുക, എഴുതുക, വായിക്കുക, എല്ലാത്തിനും നമുക്ക് ഊർജം ആവശ്യമാണ്. ആ ഊർജം ലഭിക്കുന്നത് ഈ പറയുന്ന കോശശ്വസന ഫലമായാണ്. ഇനി അതിന്റെ ഉപോൽപ്പന്നം നമ്മൾ പറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലെ. ഇത് തന്നെ എന്താണ്? നിശ്വാസവായുവിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പുറന്തള്ളപ്പെടുന്നു അല്ലെ. ഉപോൽപ്പന്നം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറന്തള്ളുന്നു.
ഇപ്രകാരം ശ്വസനവാതകങ്ങളുടെ സംവഹനവും കോശങ്ങളിൽ വെച്ച് ഗ്ലൂക്കോസിനെ ഓക്സിജൻ ഉപയോഗിച്ച് വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയും ചേരുന്നതാണ് ശ്വസനം എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ശ്വസനം എന്ന് പറയുന്നത്. കോശശ്വസനത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളും ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി ഈ രാസപ്രവർത്തനത്തിലെ വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് വരേണ്ടത്? ഗ്ലൂക്കോസ് എന്താണ്? ഓക്സിജനുമായി കൂടിച്ചേർന്ന് എൻസൈമുകളുടെ പ്രസൻസിൽ എന്തുണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ ജലവും പിന്നെന്താണ്? ടോട്ടലായിട്ട് 30 ATP എനർജിയും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യത്തേല് ഗ്ലൈക്കോളിസിസിൽ 2 ATP ഉണ്ട്, ക്രെബ്സ് പരിവൃത്തിയിൽ 28 ATP ഉണ്ട്. ടോട്ടൽ എങ്ങനെ? 30 ATP ഊർജ്ജമാണ് അവര് പുറന്തള്ളപ്പെടുന്നത്. ജീവലോകത്ത് നടക്കുന്ന മെറ്റബോളിക് പ്രവർത്തനങ്ങളാണല്ലോ പ്രകാശ സംശ്ലേഷണവും ശ്വസനവും. ഇവ താരതമ്യം ചെയ്ത് 3.3 മാതൃകയിൽ ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് സൈക്കിൾ എന്നിവയ്ക്ക് പകരം യഥാക്രമം പ്രകാശ സംശ്ലേഷണം, ശ്വസനം എന്ന് മാറ്റി പട്ടിക എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ബോക്സിന് പകരം ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ പ്രകാശ സംശ്ലേഷണമാക്കണം അല്ലെ, ഇവിടെ ശ്വസനമാക്കണം. നമുക്ക് നോക്കാം, നടക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ പ്രകാശ സംശ്ലേഷണം ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് അല്ലെ. അവിടെ നടക്കുന്ന ഭാഗം ഏതാണ്? നമ്മളെ ഗ്രാനയിലും സ്ട്രോമയിലുമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പുറത്താണെങ്കിലോ ശ്വസനം നടക്കുന്നത് കോശദ്രവ്യത്തിലും മൈറ്റോകോൺട്രിയയിലാണെന്ന് പറയാം. ഇനി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആരാണ്? പ്രകാശ സംശ്ലേഷണത്തിൽ ആരാണ്? ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, വാട്ടറും ഉണ്ട്. ഇപ്പുറത്ത് എന്താണ്? ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. അതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഉണ്ടാകും. പ്രകാശ സംശ്ലേഷണത്തിന്റെ കാര്യമായിട്ടാ പറയുന്നത്. ഗ്ലൂക്കോസ് ഉണ്ടാകും, ഓക്സിജൻ ഉണ്ടാകും, ATP ഉണ്ടാകും. അവിടെയും ഓക്സിജന്റെ ആവശ്യമില്ല, ഇവിടെ എന്താണ്? ഉണ്ടാകും. ഇതാണ് ആ ഒരു ബോക്സ് എന്ന് പറയുന്നത്. അടുത്ത ആരാണ് നോക്കിക്കേ? ഹാൻ അഡോൾഫ് ക്രെബ്സ് എന്ന ജർമ്മൻ ബയോ കെമിസ്റ്റ് ആണ് കോശശ്വസനത്തിലെ 2ാം ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾ കണ്ടെത്തിയത്. അതിനാലാണ് ഈ ഘട്ടത്തെ എന്ത് വിളിക്കുന്നത്? ക്രെബ്സ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ക്രെബ്സ് പരിവൃത്തി ആരാണ് കണ്ടെത്തിയത്? ഹാൻസ് അഡോൾഫ് ക്രെബ്സ്. പഠിച്ചു വെക്കണേ അയാളുടെ പേരെന്ന്. ഈ ഘട്ടത്തിന് 1953 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഫ്രിറ്റ്സ് ലിപ്സ്മാനോടൊപ്പം അദ്ദേഹം പങ്കുവെച്ചു. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ആൾക്കാരുടെ പേരുകളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. 1953 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? നൊബേൽ പ്രൈസ് ലഭിച്ചു. എന്തിനാ? ആരോടൊപ്പം? ഫ്രിറ്റ്സ് ലിപ്സ്മാനോടൊപ്പം. എന്തിനാണ്? ഈ പറയുന്ന ക്രെബ്സ് സൈക്കിൾ കണ്ടെത്തിയതിന്. ആരാണ് ക്രെബ്സ് പരിവൃത്തി കണ്ടെത്തിയത്? ഹാൻസ് അഡോൾഫ് ക്രെബ്സ് ആണ്. അഡോൾഫ് ഹിറ്റ്ലർ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതേപോലെ പഠിച്ചു വെക്കുക. ഹാൻസ് അഡോൾഫ് ക്രെബ്സ് ആണ് എന്ത് കണ്ടെത്തിയത്? ക്രെബ്സ് സൈക്കിൾ. അതായത് കോശശ്വസനത്തിന്റെ 2ാം ഘട്ടമായ ക്രെബ്സ് സൈക്കിൾ കണ്ടെത്തിയത് ഹാൻസ് അഡോൾഫ് ക്രെബ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഓക്കെ, നമുക്കറിയാം ബ്ലഡിലെ നമ്മുടെ ഒരു കണ്ടന്റ് ആണല്ലേ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിസ്ക് ഷേപ്പിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. RBCയിലെയും വർണ്ണകമാണ് എന്തെന്ന് പറയുന്നത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. റെഡ് ബ്ലഡ് സെല്ല് അല്ലെ, RBC റെഡ് ബ്ലഡ് സെൽസ് ഡിസ്ക് ആകൃതിയിൽ കാണപ്പെടുന്നു. അതിൻ്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? അതിലെ വർണ്ണകം, അതായത് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ആരെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? നമുക്ക് ഹീമോഗ്ലോബിൻ ആണെന്ന് പറയാം. അതിലെ ഇരുമ്പ് മുഖ്യ ഘടകമായ പ്രോട്ടീൻ ആണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇത്, ഇരുമ്പ്. ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഓരോ RBCയിലും 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകളുണ്ട്. ഒരു RBCയിലെ കാര്യമാണ് പറയുന്നത്. ഒരു RBCയിലും എന്തുണ്ട്? 270ഓളം ദശലക്ഷം ഹീമോഗ്ലോബിൻ ഉണ്ട്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര 4 ഓക്സിജൻ തന്മാത്രയുമായിട്ടോ, ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് 4 ഓക്സിജൻ തന്മാത്രയുമായിട്ടോ അല്ലെങ്കിൽ എന്താണ് 4 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? വഹിക്കാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞു ഓക്സി ഹീമോഗ്ലോബിൻ, കാർബമിനോ ഹീമോഗ്ലോബിൻ എന്നൊക്കെ പറഞ്ഞു. അതിന് എത്രയും കപ്പാസിറ്റി ഉണ്ട് അതിന്. ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ, ഒരു ആരോഗ്യമുള്ള സ്ത്രീ ആണെങ്കിൽ 12 മുതൽ 16 GM/DL ആണ്. DL എന്ന് പറയുന്നത് 100 ml. 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര വേണം? 12 to 16 ഗ്രാം വരെയാണ് ഹീമോഗ്ലോബിന്റെ അളവെങ്കിൽ അതെന്താണെന്ന് നമുക്ക് പറയാം? അത് ഹെൽത്തി ആണെന്ന് പറയാം. 14 to 18 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതാരിലാണ്? പുരുഷന്മാരിലാണ്. അപ്പൊ സ്ത്രീകളിൽ പഠിച്ചു വെക്കുക, അളവ് ചോദിക്കാറുണ്ട്. സ്ത്രീകളിൽ 12 മുതൽ 16 വരെയും, പുരുഷന്മാരിലത് 14 മുതൽ 18 വരെയുമാണ് എന്തെന്ന് പറയുന്ന ഹീമോഗ്ലോബിന്റെ അളവെന്ന് പറയുന്നത്. ഈ ഹീമോഗ്ലോബിൻ ശരീരത്തിൽ കുറയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്ന? അനീമിയ എന്ന് പറയുന്ന അവസ്ഥ, വിളർച്ച അല്ലെ, വിളർച്ച. കാര്യം ഈ ഹീമോഗ്ലോബിൻ ആണ് നമ്മൾ ഈ പറയുന്ന, നമ്മൾ പഠിച്ചു കോശസംവഹനത്തിൽ നമ്മൾ പഠിച്ചു ഓക്സിജനെ കൊണ്ടുപോകാനും കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുപോകാനും ഒക്കെ ആര് വേണം? ഈ പറയുന്ന ഹീമോഗ്ലോബിൻ വേണം. അപ്പൊ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല? വിളർച്ച. ശരീരത്തിലെ ഒന്നാമത്തെ കാര്യം കളറ് അല്ലെ, നമുക്കറിയാം വിളർച്ച. കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് പറയും വിളറ് വെളുത്തിരിക്കുന്നു എന്ന് പറയും. സെയിം എന്താണ്? അവിടെ വർണ്ണകമാണ് ഈ പറയുന്ന RBCയിലെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്, കളർ നൽകുന്നതാണ്. പിന്നെന്താണ്? നമുക്ക് എനർജി ഒന്നും ഉണ്ടാകില്ല, ഭയങ്കര ക്ഷീണമായിരിക്കും എപ്പോഴും.
ഹീമോഗ്ലോബിന്റെ അളവ് രക്തത്തിൽ കുറയുന്നതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെ തരം അനീമിയകളുണ്ട്? അനീമിയകൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ പറയുന്ന അനീമിയ എന്ന് പറയുമ്പോൾ എന്താണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത്? വിളർച്ചയാണ്, വിളർച്ച. ഓക്കെ, അതിൽ നമുക്ക് പറയാം മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ട്, കുറെ ഉണ്ട്, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ട്, അങ്ങനെ കുറെ അനീമിയ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. അതിലൊന്നെന്ന് പറയുന്നത് ഈ പറയുന്ന വൈറ്റമിൻ B12 അതേപോലെ തന്നെ B9 അഭാവം മൂലം മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകും. അതേപോലെ തന്നെ എന്തെങ്കിലും പിന്നെ അപ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നുണ്ട്, പെർനീഷ്യസ് അനീമിയ ഉണ്ട്. അതായത് ഈ പറയുന്ന കുടലിലാണ് നമ്മുടെ വൈറ്റമിൻ B12 ആഗിരണം നടക്കുന്നത്. അതിന്റെ ഒരു പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിരോധ ശേഷി തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് പെർനീഷ്യസ് അനീമിയ. അങ്ങനെ അനീമിയ കുറേ. പിന്നെ നമുക്ക് പറയാം സിക്കിൾ സെൽ അനീമിയ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? വളഞ്ഞു വരത്തില്ലേ, അതായത് പറയുന്ന RBC എന്ന റെഡ് ബ്ലഡ് സെൽസ് വളഞ്ഞു വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് എന്താ? നമ്മുടെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. ഇനി എന്താണ് പറയുന്നത്? അനീമിയ പ്രതിരോധിക്കാൻ അനുവർത്തിക്കുന്ന ആരോഗ്യശീലം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? അനീമിയയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പാണ്. അതായത് ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ നല്ല രീതിക്ക് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന അനീമിയ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് നമ്മുടെ അനീമിയ എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ മനുഷ്യരിലെ ശ്വസന പ്രക്രിയ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ശ്വസനം മറ്റു ജീവികളിലേക്ക് വരുവാണ്. നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടം കുറേ ജീവികളുണ്ട്. ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്ന ജീവികളിലെ കോശശ്വസന പ്രക്രിയ മനുഷ്യനേതിനേലും സമാനമാണ്. എന്നാൽ വാതക വിനിമയം, സംവഹനം എന്നിവയിൽ വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ അമീബിയ. അമീബിയയിൽ വാതക വിനിമയം നടക്കുന്ന എന്തുകൊണ്ടാണ്? കോശസ്തരം വഴി. ഇതുവഴി തന്നെ അകത്തേക്ക് കയറ്റും, ഇതുവഴി തന്നെ പുറത്തേക്കും വിടും. ഇനി നമ്മുടെ മണ്ണിരയാണെങ്കിലോ ത്വക്കാണ് അവിടെ ഈ പറയുന്ന വാതക വിനിമയത്തിന് സഹായിക്കുന്നത്. ത്വക്ക് വഴിയാണ് വാതകങ്ങൾ ഉള്ളിലേക്ക് ചെല്ലുന്നതും പുറത്തേക്ക് വരുന്നതും. മത്സ്യത്തിലാണെങ്കിൽ എന്താണ്? ശകുലം അഥവാ ഗിൽസ് എന്ന് പറയും. എന്താണ് ശകുലം, ഗിൽസ്? നമ്മൾ പറയത്തില്ലേ ചെകിളപ്പൂക്കൾ എന്നൊക്കെ പറയും. ഓക്കെ, അതായത് അവിടെ എന്താണ് വരേണ്ടത്? നമുക്കറിയാം ഈ മീനൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ഈ ചെകിള ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇതിന്റെ കളർ അനുസരിച്ചിരിക്കും. നല്ല ചുവപ്പുകളാണെങ്കിൽ ഫ്രഷ് മീനായിരിക്കും. ഇതിന്റെ കളർ അനുസരിച്ചായിരിക്കും അത് ഫ്രഷ് ആണോ അല്ലേ എന്ന് നോക്കുന്നത്. അപ്പൊ ഈ പറയുന്ന വാതക വിനിമയം നടക്കുന്നത് എന്ത് വഴിയാണ്? മത്സ്യങ്ങളിൽ ശകുലം അഥവാ ഗിൽസ് വഴിയാണ്. ഇത് നമുക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ തരുന്നത്. അമീബ എന്നിട്ടിട്ട് കോശസ്തരം എന്ന് തരും. എന്നിട്ട് 2 കുത്തരും. പിന്നെ എന്താണ്? മണ്ണിര എന്നിട്ട് ഡാഷ് ഇട്ട് തരും. അപ്പൊ അവിടെ എന്താണ്? ത്വക്കാണ് വരേണ്ടത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് ചോദിക്കും മണ്ണിരയിലെ കോശശ്വസനാവയവം അല്ലെങ്കിൽ വാതക വിനിമയത്തിനുള്ള അവയവം ഏതെന്ന് ചോദിക്കാറുണ്ട്. ഇനിയിപ്പോ നേരെ നമ്മൾ സസ്യങ്ങളിലേക്ക് വരുവാണ്. മനുഷ്യന്റെ കഴിഞ്ഞു. സസ്യങ്ങളിലെ കോശശ്വസന പ്രക്രിയ മനുഷ്യന് ഇതിന് സമാനമാണ്. എന്നാൽ ഇവയ്ക്ക് ശ്വസന വ്യവസ്ഥയോ വാതക സംവഹനത്തിന് പ്രത്യേക അവയവങ്ങളോ ഇല്ല. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് ശ്വാസകോശം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? മൂക്ക് അതുവഴി ഇങ്ങനെ കയറി ശ്വാസകോശത്തിലെത്തി അത് നമ്മുടെ ബ്ലഡിലൂടെ കൊടുത്ത് തിരിച്ച് അതിനൊരു കറക്റ്റ് ഒരു പ്രോസസ്സ് ഉണ്ട്. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, അതിന് പ്രത്യേക അവയവങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്താണ്? ഇല, കാണ്ഡം, വേര് എന്നിവിടങ്ങളിൽ വാതക വിനിമയത്തിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഇലയിൽ കാണപ്പെടുന്നതാണ് എന്ത്? ഇലയിലും ഇളം കാണ്ഡങ്ങളിലും കാണുന്ന ചെറിയ സുഷിരങ്ങളാണ് സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. സ്റ്റൊമേറ്റ എന്താണ്? നമ്മുടെ ഇലകളുടെ അടിയിൽ ഉണ്ടാകും അല്ലെ? ഇങ്ങനെ ഇലകളുടെ അടിയിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാകും. അതിലൂടെയാണ് വാതകങ്ങൾ അകത്തേക്ക്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, പയർവിത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നു. അത് ഓപ്പൺ ആകും, ക്ലോസ്ഡ് ആകും. സ്റ്റൊമേറ്റ ഇങ്ങനെ ഇരിക്കുന്നത് സ്റ്റൊമേറ്റ ഓപ്പൺ ആണ്. അതിങ്ങനെ ഇരുന്ന സ്റ്റൊമേറ്റ എന്താണ്? ക്ലോസ്ഡ് ആണ്. കണ്ടോ, ഇത് ഓപ്പൺ ആണ്, ഇത് ക്ലോസ്ഡ് ആണ്. അപ്പൊ ഇലകളിലും കാണ്ഡങ്ങളിലേക്ക് കാണുന്ന ചെറു സുഷിരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സ്റ്റൊമേറ്റ എന്നുള്ളത്. ഇനി പറയുന്നത് കട്ടി കൂടിയ കാണ്ഡത്തിന്റെ വേരിന്റെയും ഉപരിതലത്തിലും ഉണ്ടാകുന്ന ചെറിയ സുഷിരങ്ങളാണ് ലെൻഡി സെല്ലുകൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ നല്ല പ്രായമായ മരങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മരങ്ങളിൽ ഇതിങ്ങനെ ഒരു പാടുകൾ കാണും. ഇങ്ങനെ നല്ല പ്രായമായ മരങ്ങളിലൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ലെൻഡി സെല്ലുകൾ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ഒരു തവണ PSCക്ക് ചോദിച്ചതാണ്. കട്ടികൂടിയ കാണ്ഡത്തിന്റെയും വേരിന്റെയും ഉപരിതലത്തിലുള്ള ചെറു സുഷിരങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത്? ലെൻഡി സെല്ല്. മൺതരികൾക്കിടയിലുള്ള വായുവുമായി വാതക വിനിമയം നടത്താനായിട്ട് വേരിലെ കോശങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇത് മൂന്നുമാണ് നമ്മുടെ സസ്യങ്ങളിൽ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? വാതക വിനിമയത്തിന് സഹായിക്കുന്നത്. സ്റ്റൊമേറ്റ പകൽ സമയങ്ങളിൽ തുറന്നിരിക്കുകയും രാത്രിയിൽ അടയുകയും ചെയ്യുന്നു. സ്റ്റൊമേറ്റ വാതക വിനിമയം നടക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഈ പറയുന്ന നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രോസസ്സ്. അവിടെ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ നമുക്ക് അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ചെടികളാവുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ അവർക്ക് വേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡിന് അകത്തേക്ക് എടുത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ഏത് സമയത്ത്? പ്രകാശ സംശ്ലേഷണ സമയത്ത്. ഓക്കെ, ഇനി അവരുടെ ശ്വസനത്തിലും നോർമൽ നമ്മുടേതുപോലെ തന്നെയാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡിനെ ആണ് അവർ പുറന്തള്ളുന്നത് ശ്വസന സമയത്ത്.
പ്രകാശസംശ്ലേഷണത്തിനാണ് അവർ എന്ത് ചെയ്യുന്നത്? ഓക്സിജനെ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജൻ പുറന്തള്ളുന്നത്. ഇലകളിലെ മീസോഫിൽ കോശങ്ങൾ, അപ്പൊ അടുത്ത കാര്യമാണ് പറയുന്നത് മീസോഫിൽ കോശങ്ങൾ എന്ന് പറയുന്നത്. അത് പകൽ സമയത്ത് ഒരേ സമയം പ്രകാശസംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു. പകൽ സമയത്ത് പ്രകാശസംശ്ലേഷണത്തിന്റെ തോത് ആയതിനാൽ ഓക്സിജനെ ശ്വസനത്തിനായി ഉപയോഗിക്കുകയും അധികമുള്ള ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ. ശ്വസന ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. തികയാത്തത് അന്തരീക്ഷത്തിൽ നിന്നും സ്വീകരിക്കുന്നു. രാത്രികാലങ്ങളിൽ സ്റ്റൊമേറ്റ് അടയുമ്പോൾ ഡിഫ്യൂഷനിലൂടെ ശ്വസനവാതകങ്ങളുടെ വിനിമയം നടക്കുന്നു. അതായത് ഈ പറയുന്ന 2 പ്രോസസ്സാണുള്ളത്. ഒന്ന് പ്രകാശ സംശ്ലേഷണം, ഒന്ന് ശ്വസനം. ഈ പ്രകാശ സംശ്ലേഷണത്തിന് ചെടികൾക്ക് ആവശ്യം വേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് അവരുള്ളിലേക്ക് എടുക്കും, ഓക്സിജൻ അവരെന്ത് ചെയ്യും? പുറന്തള്ളും. ശ്വസന സമയത്ത് അവർ എന്താണ് എടുക്കുന്നത്? ഓക്സിജൻ ആണ് അവർക്ക് വേണ്ടത്, കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ പുറന്തള്ളും. ഇതാണ് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. രാവിലെയാണല്ലോ പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം നടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സൂര്യപ്രകാശം വേണം. അതുകൊണ്ട് രാവിലെയാണ് എന്ത് നടക്കുന്നത്? പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഓക്കെ, ലാക്ടോബാസിലസ് ബാക്ടീരിയ, ഈസ്റ്റ്, അങ്ങനെ 2 കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. അതായത് നമ്മൾ നോർമലി നമ്മൾ പറയുന്നുണ്ട് ഓക്സിജന്റെ പ്രസൻസിലാണ് എന്ന് പറയും. അതിനെയാണ് നമ്മൾ അടുത്ത പറയാൻ വേണ്ടി പോകുന്നത്. എയ്റോബിക് റെസ്പിറേഷൻ ആൻഡ് അനറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. ഓക്കെ, അതായത് എയ്റോബിക് എന്ന് പറയുന്നത് ഓക്സിജന്റെ പ്രസൻസിൽ നടക്കുന്നതാണ്. അനറോബിക് എന്ന് പറയുന്നത് അവിടെ എന്ത് വേണ്ട? ഓക്സിജൻ വേണ്ട. അപ്പൊ നമുക്കിവിടെ നോക്കിക്കേ, ഈ തന്നിരിക്കുന്നത് ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയ നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന വസ്തുവിനെ പൈറോവിക് ആസിഡ് ആക്കി മാറ്റും. 2 ATP തന്മാത്ര നടത്തും. ഇതാണല്ലോ നമ്മുടെ ഗ്ലൈക്കോലിസിസ്, അതായത് കോശ ശ്വസനത്തിലെ ആദ്യഘട്ടമാണ് ഗ്ലൈക്കോലിസിസ്. നമ്മൾ പഠിച്ചു. അവിടെ എന്താവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. ഇവിടെയും അതേപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിന് ഓക്സിജൻ വേണ്ട. ഗ്ലൂക്കോസിനെ പൈറോവിക് ആസിഡ് ആക്കി മാറ്റുന്നു, 2 ATP പുറത്തു വിടുന്നു. എങ്കിൽ ലാക്ടോബാസിലസ് ബാക്ടീരിയ ഈ പറയുന്ന പൈറോവിക് ആസിഡിനെ എഗെയിൻ എന്താക്കി മാറ്റുന്നു? ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നു. നമ്മൾ പഠിക്കുന്നുണ്ട് പാലിലെ മോരിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്റ്റിക് ആസിഡ് ആണ്. അപ്പൊ ഈ ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നു. നെക്സ്റ്റ് ഒരു പ്രോസസ്സിംഗ് നടക്കുന്നുണ്ടോ? ഇവിടെയും അവർക്ക് എന്താവശ്യമില്ല? ഓക്സിജൻ വേണ്ട. ഇവിടെ എന്താണ്? പൈറോവിക് ആസിഡിനെ എന്താക്കി മാറ്റുന്നു? ഈസ്റ്റ് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും. നമ്മൾ എന്താണ് മാവ് പുളിക്കാനൊക്കെ വെക്കത്തില്ലേ, അത് ഈസ്റ്റല്ലേ നമ്മൾ ചേർക്കുന്നത്. ഇവിടെ എന്നും അവർക്ക് എന്താവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. സോ ഓക്സിജൻ ആവശ്യമില്ലാത്ത ഈ ഘട്ടത്തെ പറയുന്ന പേരാണ് എന്ത്? അനറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഉണ്ടാ, ഇവിടെ ഓക്സിജന്റെ ആവശ്യകത എന്താണ്? ഇല്ല. ശ്വസനഘട്ടത്തിലെ സമാനത എന്ന് പറയുന്നത് എന്താണ്? ശ്വസനഘട്ടത്തിലെ ഫസ്റ്റ് പ്രോസസ്സായ എന്താണ്? ഗ്ലൈക്കോലിസിസ് നടക്കുന്നുണ്ടല്ലേ ഇവിടെ. നെക്സ്റ്റ് ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്, ആ പൈറോവിക് ആസിഡിനെ നമ്മൾ ക്രെബ്സ് സൈക്കിളിലേക്ക് കൊടുക്കുവാണ്. അവിടെ എന്താണ്? ഓക്സിജൻ ആവശ്യമാണ്. പക്ഷെ ഇവിടെ എന്താണ്? ആ പൈറോവിക് ആസിഡിനെ അവർ ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഈസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? പൈറോവിക് ആസിഡിനെ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. അവിടെയും അവർ ഓക്സിജൻ യൂസ് ചെയ്യുന്നില്ല. ATPകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവയിലെ കോശശ്വസന പ്രക്രിയയിലെ വ്യത്യാസം എന്താണ്? ഫസ്റ്റ് പ്രോസസ് സെയിം തന്നെയാണ്. ഗ്ലൂക്കോസിനെ പൈറോവിക് ആസിഡ് ആക്കി മാറ്റുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നതും ആൽക്കഹോൾ ആക്കി മാറ്റുന്നതും. മനുഷ്യനടക്കമുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ശ്വസനം നടക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ചാണ്. ഇത്തരം ശ്വസനത്തെ എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നു. എയറിന്റെ പ്രസൻസില് എയ്റോബിക്. എന്നാൽ ചില ബാക്ടീരിയകൾ, ഈസ്റ്റ് എന്നിവയിൽ ശ്വസനം നടക്കുന്ന ഓക്സിജൻ ഉപയോഗിക്കാതെയാണ്. ഇത്തരം ശ്വസനത്തെ പറയുന്ന പേരാണ് അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിത്യജീവിതത്തിലെ ചില സാഹചര്യങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മൾ നോർമലി പറയുന്ന? മാവ് പുളിപ്പിക്കുന്നു, അതേപോലെ തന്നെ തൈര് ഉണ്ടാക്കാൻ പാലിൽ തൈര് ചേർക്കുന്നു, അല്ലെ? ഇതൊക്കെ ഈ പറയുന്ന പ്രോസസ്സാണ്. മനുഷ്യരിൽ അൻറോബിക് ശ്വസനം നടക്കുന്നുണ്ടോ? ഉണ്ടോ? എവിടെയാണ്? നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഘട്ടം, കോശ ശ്വസനത്തിന്റെ 2 ഘട്ടങ്ങളിലെ 1-ാം ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. ആ 1-ാം ഘട്ടത്തിൽ എന്ത് വേണ്ട? ഓക്സിജൻ ആവശ്യമില്ല. അതെന്താണ്? ഒരു അനൈറോബിക് റെസ്പിറേഷൻ ആണ്. ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് എപ്രകാരമാണെന്ന് മനസ്സിലായല്ലോ. അതായത് നമുക്കറിയാം അല്ലെ, എന്താണ്? 2 ATP തന്മാത്ര, അതേപോലെ 28 ATP തന്മാത്ര, ഗ്ലൈക്കോളിസിസ്, ക്രെബ്സ് പരിവൃത്തി ഒക്കെ നമ്മൾ പഠിച്ചു. ഇതടക്കമുള്ള മെറ്റാബോളിക് പ്രവർത്തനങ്ങളുടെ ഫലമായി കോശങ്ങളിൽ ധാരാളം ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നു, ബൈ പ്രൊഡക്ട്സ്. ഇവ നമ്മുടെ ആന്തര സമസ്ഥിതിക്ക് ദോഷകരമായാൽ മാലിന്യം എന്ന നിലയിലേക്ക് മാറും. ഇത്തരം മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് എന്ത്? വിസർജനം അഥവാ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. നമ്മൾ അകത്തേക്ക് കഴിച്ച ഫുഡ്, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അതൊക്കെയാണല്ലേ പഠിച്ചത്.
ഫുഡൊക്കെ നമ്മൾ അകത്തേക്ക് കഴിച്ചു, ഇനി ഇതെല്ലാത്തിനും എന്ത് ചെയ്യണം, പുറന്തള്ളണം. അതേപോലെ നമ്മൾ കുറേ ശ്വാസത്തേക്ക് ഉള്ളിലേക്ക് എടുത്തു, അത് പുറത്തേക്ക് വിട്ട്, അങ്ങനെ കുറേ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ബൈ പ്രൊഡക്ട്സ് ആയിട്ടുള്ള മാലിന്യത്തെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് നമ്മൾ പറയുന്ന എക്സ്ക്രിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം മൂത്രമുണ്ട് അല്ലെ, അതേപോലെ നമ്മൾ മലമായിട്ട് പുറന്തള്ളപ്പെടുന്നു, വിയർപ്പായിട്ട് പുറന്തള്ളപ്പെടുന്നു, ഇതെല്ലാം നമ്മുടെ വിസർജനമാണ്. കോശശ്വസനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ നിന്നും യഥാസമയം പുറന്തള്ളുന്നു. എങ്ങനെയാണ്? ആൽവിയോള വഴി അകത്ത് കയറുന്നു അല്ലെ, ശ്വാസകോശത്തിലൂടെ കയറി അത് ആൽവിയോളയിൽ എത്തുന്നു, അവിടെ നിന്ന് അത് ബ്ലഡിലേക്ക് പോയി അതങ്ങനെ വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡായി തിരിച്ചിവിടെ വരുന്നു, അത് വീണ്ടും പുറത്തേക്ക് തള്ളുന്നു. ഇനി പല ജീവൽ പ്രവർത്തനങ്ങൾക്കും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രോട്ടീൻ മെറ്റാബോളിസത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവാണ് അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്നു. അതായത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവമാണ് പ്രോട്ടീൻ. നമ്മൾ പഠിച്ചു അല്ലെ, ദഹനവുമായിട്ട് ബന്ധപ്പെട്ട ആ ചാപ്റ്റർ പഠിച്ചു. ഇതിനെ ദഹിപ്പിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഈ പറയുന്ന വിഷാംശമായ അമോണിയ കിട്ടുന്നുണ്ട്. ഈ അമോണിയ എന്ന് പറയുന്നത് ഭയങ്കര വലിയ വിഷമാണ്, നമ്മൾ മരിച്ചു പോകാൻ വരെ കാരണമാകും. അപ്പൊ ഈ അമോണിയ ഓൾറെഡി നമുക്ക് പ്രോട്ടീൻ ദഹിപ്പിക്കും, അമോണിയ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റണം. അതാണ് നമ്മുടെ മൂത്രത്തിലൂടെ അത് പുറന്തള്ളണം. ആ പ്രോസസ്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. പ്രോട്ടീൻ മെറ്റാബോളിസം വഴി നമുക്ക് എന്തുണ്ടാകുന്നുണ്ട്? കോശത്തിൽ പ്രോട്ടീൻ മെറ്റാബോളിസം നടക്കും. പ്രോട്ടീനിനെ ദഹിപ്പിച്ച് കഴിയുമ്പോഴേക്കും അമോണിയ രക്തത്തിലേക്ക് വരും. ഇതിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് കൂടിച്ചേർന്ന് എൻസൈമുകളുടെ പ്രസൻസിൽ കരളിൽ വെച്ച്, എവിടെയാണ് യൂറിയ വരുന്നത്? കരളിൽ വെച്ച് അത് യൂറിയാക്കി മാറുന്നു. അപ്പൊ ചോദിക്കാറുണ്ട്, യൂറിയ നിർമ്മിക്കുന്ന സ്ഥലം എവിടെയാണ്? കരളാണ്. ഓക്കെ, അപ്പൊ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവമാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരളാണ്. യൂറിയ നിർമ്മാണം ചോദിച്ചാൽ പറയാം, അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി കൂടിച്ചേർന്ന് എന്തായിട്ട് മാറുന്നു? യൂറിയ ആയിട്ട് മാറുന്നു. ഇനി നമുക്ക് നോക്കാം, യൂറിയ അടക്കമുള്ള മാലിന്യങ്ങൾ അടങ്ങിയ മൂത്രത്തെ പുറന്തള്ളി വൃക്കകൾ വിസർജനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ വിസർജന അവയവം എന്തൊക്കെയാണ്? വൃക്ക എന്താണ്? ജലവും ലവണങ്ങളൊക്കെ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു. കരൾ എന്ത് ചെയ്യുന്നു? യൂറിയ നിർമ്മിക്കുന്നു. ത്വക്ക് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മാലിന്യങ്ങൾ വിയർപ്പിലൂടെ പുറന്തള്ളുന്നു. ശ്വാസകോശം എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളപ്പെടുന്നു. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ പറയുന്ന വൃക്ക അഥവാ കിഡ്നിയെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എന്താണ് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ, ഇതാണല്ലോ നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത്. അതിൽ ആദ്യം വരുന്നതാണ് വൃക്ക ധമനി. ധമനി എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടേക്ക് എത്തിക്കുന്നു? വൃക്കകളിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് പ്യൂരിഫൈ ചെയ്താണ് വീണ്ടും അത് എന്ത് ചെയ്യുന്നത്? സിരകളിലൂടെ പുറന്തള്ളപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് നമ്മുടെ ഈ പറയുന്ന വൃക്കാധമനിയിലേക്ക് വരുവാണ്. ഇത് വൃക്കാസിരയുണ്ട്, പിന്നെ എന്തുണ്ട്? അതിങ്ങനെ അത് ചെയ്തിട്ട് പെൽവിസിലൂടെ, പിന്നെ മൂത്രവാഹിയിലൂടെ, മൂത്രാശയം എന്ന് പറയുന്നത് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. മൂത്രാശയത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അവസാനം മൂത്രനാളിയിലൂടെ മൂത്രം നമ്മുടെ പുറത്തേക്ക് പോകുന്നു. ഇതാണ് ആ പ്രോസസ്സ്. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ വൃക്കയിൽ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നെഫ്രോൺ എന്ന് പറയുന്നത്. ഈ നെഫ്രോൺ എന്ന് പറയുന്നത് ഒരു വൃക്കയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എന്താ ഫങ്ഷണൽ ആൻഡ് സിസ്റ്റമാറ്റിക് യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, ആ ഒരു യൂണിറ്റ് ആണ് എന്താ നെഫ്രോൺ എന്ന് പറയുന്നത്. നെഫ്രോണിന് നമുക്ക് പഠിക്കാനുള്ള 2 കുഴലുകളുണ്ട്, എഫറന്റ് വെസലും ഇഫറന്റ് വെസലും. അപ്പൊ എന്താണ് എഫറന്റ് വെസല്? അഫറന്റ് അകത്തേക്ക് അല്ലെ, അകത്തേക്ക് ഇതിന്റെ ഉള്ളിലേക്ക്, വൃക്കയുടെ ഉള്ളിലേക്ക് ബ്ലഡ് എത്തിക്കുന്നത് എഫറന്റ് വെസലാണ്. അതിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ഇഫറന്റ് വെസലാണ്. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി, എഫറന്റ് വെസലും ഇഫറന്റ് വെസലും. ഇതിലൂടെ ഇങ്ങനെ നമുക്കുണ്ട്, ഇതിന്റെ കാണുമ്പോൾ തന്നെ അറിയാം, ഇതാണ് അഫറന്റ് വെസല്, ഇതാണ് ഇഫറന്റ് വെസല്. ഈ അഫറന്റ് വെസൽ എന്ന് പറയുന്നത് വളരെ വലിപ്പമുള്ളതാണ്. ഇതിനപേക്ഷിച്ച് ഇതിന് വലിപ്പം കൂടുതലാണ്. ഇതിലൂടെ ഭയങ്കര ശക്തിയിൽ ബ്ലഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരും. ഇങ്ങനെ പോവുകയാണ്. പുറത്തേക്ക് പോകാനായിട്ട് ചെറിയ കുഴലുകളാണുള്ളത്. അപ്പോൾ ഇവിടെ ഇതിനുള്ളിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അകത്തേക്ക് നമ്മൾ നല്ല ശക്തിയിൽ വെള്ളം കൊടുത്തു, പുറത്തേക്ക് ചെറിയൊരു ഹോളിൽ കൂടിയാണ് പുറത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും മർദ്ദം എന്ന് പറയുന്നത്, പ്രഷർ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. ഈ പ്രഷർ കൂടുന്ന സമയത്ത് ഈ ബ്ലഡിന്റെ ഇവിടത്തെയുള്ള സാധനങ്ങൾ, ഈ ബ്ലഡ് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഇവിടുന്ന് ഇതെല്ലാം ഇവിടെ ഫിൽട്ടർ ചെയ്യപ്പെടും. ഈ മൂത്രം ഇവിടെ ഫിൽട്ടർ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പോയി എന്ത് ചെയ്യും? തിരിച്ച്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത്, ഇതാണ് നമ്മുടെ ആ ഘടന, ഇതിവിടെ വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ കണ്ടോ, ഇതിങ്ങനെ പോകുമ്പോൾ നമുക്ക് വേണ്ട കുറേ സാധനങ്ങളും കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. ഓക്കെ, അതായത് നമുക്ക് വേണ്ട കുറേ സംഭവങ്ങളുണ്ട്. അതിവിടെ വരുന്നുണ്ടേ, നമുക്ക് അപ്പൊ പറയാം. അപ്പൊ നമുക്കിതിങ്ങനെ പോട്ടെ.
ഓക്കെ, അപ്പൊ ഇതിങ്ങനെ പോയി അത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് പോയി വീണ്ടും ഇവിടെ വെച്ചത് വീണ്ടും പുനരാഗീരണം ചെയ്യപ്പെടും, വീണ്ടും അത് പുറത്തേക്ക് തള്ളും. അങ്ങനെയാണ് ഈ മൂത്രം ഉണ്ടാകുന്നത്. നമുക്ക് വരുന്ന വഴി പഠിക്കാതെ. ഇനി നമുക്ക് നോക്കാം കോർട്ടെക്സും എന്തുണ്ട്, ഇതേപോലെ തന്നെ കോർട്ടെക്സും മെഡുല്ലയും രണ്ട് ഭാഗങ്ങളാണ് വൃക്കയ്ക്കുള്ളത്. മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകൾ, അതായത് രണ്ടെണ്ണം അല്ലെ, അതിനെയല്ലേ ഒരു ജോഡി എന്ന് പറയുന്നത്. പയർവിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശത്ത്, ഇവിടെയാണ് നട്ടെല്ല്, അല്ലെങ്കിൽ നട്ടെല്ലിന്റെ ഇരുവശത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, ഈ പറയുന്ന നമ്മുടെ വൃക്കകൾ കാണപ്പെടുന്നത്. രക്തത്തിൽ നിന്നും മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ വൃക്കകളിൽ കാണപ്പെടുന്നു. ഇവയാണ് നമ്മളെ നെഫ്രോണുകൾ എന്ന് പറയുന്നത്. നെഫ്രോണുകൾ വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയും. ഏറ്റവും ബേസിക് ആയിട്ട് അതിന് വേണ്ടത് എന്താണ്, അതിൻ്റെ ഉള്ളിലുള്ള ഈ പറയുന്ന ഈ നെഫ്രോണുകളാണ്. ഏകദേശം 12 ലക്ഷം നെഫ്രോണുകളാണ് ഈ വൃക്കയ്ക്കുള്ളിൽ. അപ്പൊ നെഫ്രോണിന്റെ പുറം ഭാഗം എന്താണ്, കോർട്ടെക്സ് ആണ് അല്ലെ. കോട്ട് എവിടെയാണ് നമ്മൾ ധരിക്കുന്നത്, കോട്ട് ഇടുന്ന ഡ്രസ്സിന്റെ ഉള്ളിലാണ് അല്ല, കോട്ട് എന്ന് പറയുന്നത് ഏറ്റവും പുറമെയാണ് നമ്മൾ ധരിക്കുന്നത്. അപ്പൊ കോർട്ടെക്സ് എവിടെയാണ്, വൃക്കയുടെ പുറം ഭാഗമാണ്. ഇളം നിറമുള്ള കോട്ടാണ് നമ്മൾ ധരിച്ചതെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇളം നിറമുള്ള ബാഹ്യഭാഗത്തെ പറയുന്ന പേരാണ് എന്ത്, കോർട്ടെക്സ് എന്ന്. ഇനി മെഡുല്ല എന്ന് പറയുമ്പോൾ എന്താണ്, കടും നിറമുള്ള ആന്തരഭാഗമാണ് മെഡുല്ല എന്ന് പറയുന്നത്. അപ്പൊ വൃക്കയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, കോർട്ടെക്സ് ഉണ്ട്, മെഡുല്ലയുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, ഈ രണ്ട് പിക്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താനാണ് പറയുന്നത്. വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്നത് ആരാണ്, വൃക്ക ധമനിയാണ് വൃക്കകളിലേക്ക് രക്തം എത്തിക്കുന്നത്. വൃക്കകളിലേക്ക് രക്തം എവിടെ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വൃക്കകളിലേക്ക് രക്തം എത്തിക്കും. വൃക്കകളിൽ നിന്ന് രക്തം പുറത്തേക്ക് വഹിക്കുന്നു, അതാരാണ്, അത് വൃക്കാസിരയാണ്. വൃക്കയിൽ കാണുന്ന അതിസൂക്ഷ്മ അരിപ്പകൾ അറിയപ്പെടുന്ന പേരാണ് എന്താ, നെഫ്രോണുകൾ എന്നറിയപ്പെടുന്നു. നെഫ്രോണിന്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയിലുള്ള കപ്പ് പോലുള്ള ഭാഗം ഇതിനെ, അതിന് നമ്മൾ പേര് പറഞ്ഞില്ലായിരുന്നു അല്ലെ. ഇതിനെ പറയുന്ന പേരാണ് എന്താ, ബൊമാൻസ് ക്യാപ്സൂൾ എന്ന്. കണ്ട, ഇങ്ങനെ കപ്പ് പോലെ ഇരിക്കുവാണ് ഇത്, കണ്ട. ഇതിനറിയപ്പെടുന്ന പേരാണ് എന്താ, ബൊമാൻസ് ക്യാപ്സൂൾ എന്ന്. ബൊമാൻസ് ക്യാപ്സൂൾ. ഓക്കെ, അതിൻ്റെ ഉള്ളിലെ അതിസൂക്ഷ്മ ലോമിക ജാലമാണ് എന്ത് അറിയപ്പെടുന്നത്, നമ്മുടെ ഗ്ലോമറുലാസ് എന്നറിയപ്പെടുന്നത്. ലോമിക ജാലത്തിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളാണ്. രക്തം അതിലേക്ക് അകത്തേക്ക് കൊണ്ടുവരുന്നത് ആരാണ്, എഫറന്റ് വെസലാണ്. രക്തം പുറത്തേക്ക് വഹിക്കുന്നത് ആരാണ്, ഇഫറന്റ് വെസലാണ്. ബൊമാൻസ് ക്യാപ്സൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്കാനളിക. കണ്ടോ, ഇതാണ് ശേഖരണ നാളി, ഇതാണ് ബൊമാൻസ് ക്യാപ്സൂൾ. ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് വൃക്കാനളിക. അപ്പൊ എന്താണ്, ബൊമാൻസ് ക്യാപ്സൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴൽ അറിയപ്പെടുന്ന പേരാണ് വൃക്കാനളിക. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വരെയും ചോദിക്കാം. വൃക്കാനളികകൾ വന്നു ചേരുന്ന മൂത്രം ശേഖരിച്ച് പെൽവിസിലേക്ക് എത്തിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്, അതാണ് നമ്മുടെ ശേഖരണ നാളി എന്നറിയപ്പെടുന്നത്. ശേഖരണ നാളി. ഓക്കെ, മൂത്രവാഹിയുടെ ആരംഭ ഭാഗമാണ് എന്ത്, പെൽവിസ് എന്നറിയപ്പെടുന്നത്. പെൽവിസ് നമ്മൾ ഇടുപ്പ് എന്നൊക്കെ പറയത്തില്ലേ. മൂത്രം സഞ്ചിയിലേക്ക് എത്തുന്ന ഭാഗമാണ് എന്ത്, മൂത്രസഞ്ചിയിലേക്ക് എത്തിക്കുന്ന ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് മൂത്രവാഹി. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമ്മളിതേ മൂത്രം രൂപപ്പെടുവാണ്, അതെങ്ങനെയാണെന്നാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വീണ്ടും റിപ്പീറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട്. മൂത്രം രൂപപ്പെടുന്നത് വൃക്കകളിലെ അതിസൂക്ഷ്മ അരിപ്പകളുടെ ഭാഗങ്ങളിലും ധർമ്മങ്ങളുമാണ്. മനസ്സിലായത്? ഈ അരിപ്പകൾ എപ്രകാരമാണ് മൂത്രത്തെ പുറന്തള്ളുന്നതെന്നാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. രക്തം ഗ്ലോമർലെസിലൂടെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ പോയിട്ട് അതിലെ സൂക്ഷ്മരിക്കലിന് വിധേയമാകും. ഇതിന്റെ ഫലമായ ഗ്ലോമർല ഫിൽട്രേറ്റ് എന്ന ദ്രാവകം രൂപപ്പെടുന്നു. അഫറന്റ് വെസലിന്റെയും ഇഫറന്റ് വെസലിന്റെയും വ്യത്യാസത്തിൽ ഉണ്ടാകുന്ന ഉയർന്ന മർദ്ദം ഈ പ്രക്രിയയെ സഹായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് വലിയ കുഴലാണ്. ഇതുവഴി ഇങ്ങനെ പുറത്തേക്ക് പോകണം. ഇവിടെ ഇങ്ങനെ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇവിടുത്തെ ആ ഒരു പ്രഷർ കൂടുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഒരു ഫിൽട്രേഷൻ, ഒരു അരിക്കൽ സംഭവിക്കും. അതിനെ പറയുന്ന പേരാണ് സൂക്ഷ്മരിക്കൽ. ഓക്കെ, ഈ സൂക്ഷ്മരിക്കൽ വഴിയിട്ട് നമുക്ക് കിട്ടുന്നത് കണ്ട, ജലം കിട്ടും, ഗ്ലൂക്കോസ് കിട്ടും, അമിനോ ആസിഡ് കിട്ടും, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, അയൺസ്, വൈറ്റമിൻസ്, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ മുതലായ ഒത്തിരി സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇവയെല്ലാം നമുക്ക് മൂത്രത്തിലൂടെ കളയാൻ പറ്റുമോ? കളയാൻ പാടില്ല. കുറേ വൈറ്റമിൻസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളും കൂടി ഈ അരിക്കൽ പ്രക്രിയയിലൂടെ പുറന്തള്ളപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, അങ്ങനെ ഇതിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ വരുവാണ്.
ഇനി വന്ന് കഴിയുമ്പോഴേക്കും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഗ്ലോമറുലർ ഫിൽട്രേറ്റ് വൃക്കാനളികകളുടെ ശേഖരണ നാളികയിലേക്ക് ഒഴുകുമ്പോൾ അതിൽ നിന്ന് അവശ്യ വസ്തുക്കളെ രക്തത്തിലേക്ക് കണ്ടോ, ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് വരുവാണ്. നോക്കണ്ട, ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ ഇവിടെ വരുമ്പോഴേക്കും മനസ്സിലാവും കുറേ സാധനങ്ങൾ, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ. അപ്പൊ അവരെയൊക്കെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് പിടിച്ച് ബ്ലഡിലേക്ക് എടുക്കും. അല്ല, ഇതിങ്ങനെ ഈ ഒരു ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും എനിക്കിപ്പോൾ എന്താണ്, കാൽഷ്യം എനിക്ക് ഇത്തിരി ആവശ്യമുണ്ട്, വേഗം ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? കാൽഷ്യത്തെ വലിച്ച് പുറത്തേക്ക് എടുക്കും. അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങൾ എല്ലാത്തിനെയും നമ്മൾ പുറത്തേക്ക് എടുക്കും. രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ വൃക്കാനളികയിലേക്ക് സ്രവിക്കപ്പെടുന്നു. സാധനം വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് വൃക്കാനളികകളിലേക്ക് വരും. ഇനി എന്താണ് ഉണ്ടോ? ഇതിന് അങ്ങനെ 3 പ്രോസസ്സാണ്. സൂക്ഷ്മ അരിക്കലുണ്ട്, പുനരാഗീരണമുണ്ട്, പിന്നെ എന്താണ്? ശ്രവണമുണ്ട്. വീണ്ടും ഈ പറയുന്ന കുറെ കാര്യങ്ങൾ അവസാനം വരുമ്പോഴേക്കും നമുക്ക് വേണ്ടാത്ത എല്ലാത്തിനെയും കൂടി ഈ പറയുന്ന ഏതാണിത്? വൃക്കാനളികകളിലേക്ക് കൊടുക്കുക. അവസാനം അത് ശേഖരണ നാളിയിൽ എന്തായിട്ട് വരും? മൂത്രമായിട്ട് വരും. ശേഖരണ നാളിയിൽ നിന്നും പെൽവിസിലേക്ക് ഒഴുകിയെത്തുന്ന ദ്രാവകമാണ് എന്ത്? മൂത്രം എന്ന് പറയുന്നത്. അപ്പൊ മൂത്രത്തിൽ എന്തൊക്കെയുണ്ട്? ജലം, യൂറിയ, സോഡിയം ക്ലോറൈഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, അങ്ങനെ എല്ലാ ഘടകങ്ങളും മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും. അപ്പൊ മൂത്രം രൂപപ്പെടുന്നതിന് 3 ഘട്ടങ്ങളുണ്ട്. എന്തൊക്കെയാണ്? അൾട്രാ ഫിൽട്രേഷൻ അഥവാ സൂക്ഷ്മരിക്കൽ, പുനരാഗീരണം അഥവാ റീഅബ്സോർപ്ഷൻ, ശ്രവണം അഥവാ സെക്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇത് നോക്കിക്കേ, ഇത് എങ്ങനെയാണ് നമുക്ക് വരേണ്ടത്? മഹാധമനിയിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് ആദ്യം ഇത് പോകുന്നത്? മഹാധമനിയിൽ നിന്ന് നമ്മൾ വൃക്കാധമനിയിലോട്ട് പോകും. ഓക്കെ, അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. ഈ വൃക്കാധമനിയിൽ എന്തുണ്ട്? പിന്നെ അവിടെ നിന്ന് ഗ്ലോമറുലസ്, ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലെ ഗ്ലോമറുലസിലേക്ക് പോകും. അവിടെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്നൊരു പ്രോസസ് നടക്കും. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂക്ഷ്മ അരിക്കൽ എന്ന് പറയുന്നത്. അരിക്കൽ അല്ലെ, അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയും. ഈ ഗ്ലോമറുലാർ കഴിയുമ്പോഴേക്കും ഇവിടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ്. അതിനുശേഷം അത് എങ്ങോട്ടേക്ക് വരും? വൃക്കാനളികയിലോട്ട് വരും. വൃക്കാനളിക. ഓക്കെ, ഈ വൃക്കാനളികയിൽ നിന്ന് അത് എങ്ങോട്ടേക്ക് പോകും? അത് വീണ്ടും ശേഖരണ നാളിയിലോട്ട് പോകും. ശേഖരണ നാളി, അവിടെയാണ് എന്ത് നടക്കുന്നത്? പുനരാഗീരണവും ശ്രവണവും, റീഅബ്സോർപ്ഷൻ, സെക്രീഷനും ഒക്കെ നടക്കുന്നത് ഈ ഒരു സെക്ഷനിലാണ്. അവിടെ നിന്ന് അത് മൂത്രമായിട്ട് വരും. മൂത്രമായി വന്നാൽ തീർന്നു പ്രശ്നം? ഇല്ല. പിന്നെ അത് പെൽവിസിന്റെ അങ്ങോട്ടേക്ക് ചെല്ലും. അവിടെ നിന്ന് അത് മൂത്രവാഹിയിലേക്ക് വരും. ഓക്കെ, മൂത്രവാഹിയിൽ നിന്ന് അത് മൂത്രാശയത്തിലേക്ക് വരും. മൂത്രാശയം അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മൂത്രമായിട്ട് പുറന്തള്ളപ്പെടുന്നു. ഇതാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. കണ്ടാ, മൂത്രവാഹി വഴി, ഇതാണ് മൂത്രവാഹി. മൂത്രവാഹി വഴി മൂത്രാശയത്തിലേക്ക് വരും. പിന്നെ അത് മൂത്രനാളി വഴി പുറന്തള്ളപ്പെടും. ഇതാണ് നമ്മുടെ മൂത്രം ഉണ്ടാകുന്നത് മുതൽ പുറത്തേക്ക് പോകുന്നത് വരെയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഗ്ലോമറുലർ ഫിൽട്രേറ്റിലെ എല്ലാ ഘടകങ്ങളും മൂത്രത്തിൽ അല്ലാത്തത് എന്തുകൊണ്ടാണ്? പുനരാഗീരണം ചെയ്യപ്പെടുന്ന ഘടകങ്ങൾ, സ്രവിക്കപ്പെടുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അതായത് നമ്മളിവിടെ പറയുന്ന എല്ലാ ഘടകങ്ങളും മൂത്രത്തിൽ ഇല്ലാത്തത്. ഗ്ലോമറുലർ കാര്യം എന്താണ്? കുറെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞു ഗ്ലോമറുലർ ഫിൽട്രേറ്റ് വഴിയിട്ട്. ഇത് കണ്ടാ, ഇവിടെ ഉണ്ടോ? കുറെ ഘടകങ്ങൾ വരുന്നുണ്ട്. ഗ്ലൂക്കോസ് ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഫിൽട്രേറ്റിന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അവയൊന്നും എന്തിലില്ല എന്നാ പറയുന്നത്? മൂത്രത്തിലില്ല. കാരണം എന്താണ്? നമുക്ക് ആവശ്യമുള്ള കുറെ കാര്യങ്ങൾ അവിടെയുണ്ട്. അതെല്ലാം തിരിച്ചവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പുനരാഗീരണം ചെയ്യപ്പെടുന്നു. നെഫ്രോണുകളിൽ നിന്ന് വരുന്ന മൂത്രം പെൽവിസിലെത്തുന്നു. അവിടെ നിന്ന് മൂത്രവാഹിയിലൂടെ മൂത്രാശയത്തിലെത്തി മൂത്രനാളി വഴി പുറന്തള്ളപ്പെടുന്നു. വൃക്കകളുടെ ആരോഗ്യമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. വൃക്കകളുടെ ആരോഗ്യത്തിന് വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂത്രമൊഴിക്കുമ്പോൾ മൂത്രപഥത്തിലൂടെ രോഗാണുക്കളെ പുറന്തള്ളപ്പെടുന്നു. ദീർഘനേരം മൂത്രമൊഴിക്കാതിരിക്കുന്നത് മൂത്രപഥത്തിൽ കാണാനിടയുള്ള ബാക്ടീരിയകളെ പുറന്തള്ളാനുള്ള സാധ്യത തടയും. ഇത് മൂത്രാശയത്തിന്റെ ആന്തരസ്ഥലത്തിൽ അണുബാധയുണ്ടാക്കുകയും ഗുരുതരമായ വൃക്കാരോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. മൂത്രപഥത്തിലെ അണുബാധ ഒഴിവാക്കാൻ മതിയായ അളവിൽ വെള്ളം കുടിക്കേണ്ടതും യഥാസമയം മൂത്രമൊഴിക്കേണ്ടതും ആവശ്യമാണ്. അതായത് നമുക്കറിയാം, ഈ പറയുന്ന സ്കൂളുകളിലൊക്കെയാണ് കുട്ടികൾ എന്ത് ചെയ്യും? ചില സ്കൂളുകളിലൊക്കെ ബാത്റൂം എന്ന് പറയുന്നത് വളരെ വൃത്തികേടായിരിക്കും. സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് മടിയായിരിക്കും ബാത്റൂമിൽ പോകാനായിട്ട്. അവരെന്ത് ചെയ്യും? രാവിലെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴായിരിക്കും യൂറിൻ പാസ് ചെയ്തിട്ട് പോകുന്നത്. അവരത് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ളപ്പോഴാണ് പെട്ടെന്ന് ഈ പറയുന്ന അണുബാധ ഇൻഫെക്ഷനുകളൊക്കെ ഉണ്ടാകാനുള്ള റീസൺ എന്ന് പറയുന്നത്. അവരിപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? മൂത്രമൊഴിക്കാൻ സാഹചര്യം ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്തായിരിക്കും? വെള്ളം കൂടി അങ്ങ് കുറയ്ക്കും, അല്ലെ? അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ അസുഖത്തെ വളരെയധികം, അല്ലെ, നമ്മുടെ ശരീരത്തെ വളരെയധികം എഫക്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നു മൂത്രം പരിശോധിക്കാൻ നമ്മൾ കൊടുക്കും, അല്ലെ? ഒരു മൂത്ര പരിശോധനയോടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും?
അതായത് ഗ്ലൂക്കോസ്, അതായത് മൂത്രം പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി മൂത്രത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ്. നമുക്ക് എന്താണ് അസുഖമുള്ളത്? പ്രമേഹമുണ്ട്. ആൽബുമിന്റെ അളവ് കൂടുതലാണെന്ന് മനസ്സിലായി. അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്തോ വൃക്കയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. മൂത്രത്തിൽ രക്തത്തിന്റെ അംശം കണ്ടു, അവിടെയും നമുക്ക് മനസ്സിലാക്കാം വൃക്കരോഗമുണ്ട്. മൂത്രത്തിൽ ബിലിറുബിന്റെ കണ്ടന്റ് കണ്ടു, മഞ്ഞപ്പിത്തമാണ്. കാൽഷ്യം ഓക്സലേറ്റ് തരികൾ കിട്ടി, അതായത് വൃക്കയിലെ കല്ലെന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യം ഓക്സലേറ്റ് ആണ്. പഴുപ്പുണ്ട്, പഴുപ്പ് കോശങ്ങൾ, അതായത് മൂത്രപഥത്തിൽ ഈ വരുന്ന എവിടെയോ എന്തോ ഒരു അണുബാധ സംഭവിക്കുമ്പോഴാണ് മൂത്രത്തിൽ പഴുപ്പ്, പസ് എന്ന് പറയും, പസ്സിന്റെ കണ്ടന്റ് കാണുന്നത്. ഓക്കെ, ഇനി പറയുന്ന മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ ടെസ്റ്റ് ആണ്. അതിന് നമ്മൾ പറയുന്നതാണ് ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയും, അല്ലെ? എന്താണ്? വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ 2 ടെസ്റ്റ് ട്യൂബുകൾ എടുക്കുക. ഒരു ടെസ്റ്റ് ട്യൂബിൽ 2 മില്ലിലിറ്റർ മൂത്ര സാമ്പിൾ എടുക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ 2 ml ഗ്ലൂക്കോസ് ലായനി എടുത്തിട്ട് 2 ടെസ്റ്റ് ട്യൂബുകളിലും ഡ്രോപ്പർ ഉപയോഗിച്ച് 2 മില്ലി ബെനഡിക്ട് റീജിയൻ ചേർക്കുക. ഇതിന് ഈ ടെസ്റ്റിനെ പറയുന്ന പേരാണ് കേട്ടോ എന്ത്? നമ്മുടെ ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ അളവറിയാനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് എന്ത്? ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. മൂത്രത്തിലെ അസാധാരണ ഘടകങ്ങൾ പരിശോധിച്ച് രോഗങ്ങൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റും. എന്തൊക്കെയാണ് നമുക്ക് വരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്? വൃക്കയിലെ കല്ല്, നെഫ്രൈറ്റിസ്, യുറീമിയ തുടങ്ങിയവ എന്താണ്? വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നത്? നെഫ്രൈറ്റിസ് ഉണ്ട്, വൃക്കയിലെ കല്ലുണ്ട്, പിന്നെന്താണ് നമ്മൾ പറയുന്നത്? യുറീമിയ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, ഹീമോഡയാലിസിസ്. എന്താണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്? നമ്മൾ നോർമലി നമ്മൾ പറഞ്ഞു, ഒരു മനുഷ്യന് നമുക്ക് വൃക്ക എന്ന് പറയുന്നത് രക്തത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? പ്യൂരിഫൈ ചെയ്ത് വിടുന്നുണ്ട്, അല്ലെ? നമുക്ക് യൂറിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായ രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയ തടസ്സപ്പെടും. തന്മൂലം വിസർജ്യ വസ്തുക്കൾ അരിച്ചു മാറ്റാതെ രക്തത്തിൽ തന്നെ നിലനിൽക്കും. ഇത് ആന്തര സമസ്ഥിതിയെ തകരാറിലാക്കാം. ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഹീമോഡയാലിസിസ് നടത്തുന്നത്. ഹീമോഡയാലിസിസ് എങ്ങനെയാണ് നടത്തുന്നതെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഒരാളുടെ 2 വൃക്കകളും തകരാറിലാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? അയാൾക്ക് ഈ പറയുന്ന വൃക്കകളാണല്ലോ ഈ പറയുന്ന ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് യൂറിനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് അയാൾക്ക് നടന്നില്ലെങ്കിൽ അയാൾ മരിച്ചു പോവില്ലേ? അപ്പൊ അത് നടത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഇവർ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ നമ്മുടെ കൈയുടെ ഇവിടെ, അതേപോലെ കാലില്, ഈ പെടലില്, അങ്ങനത്തെ മെയിൻ ആയിട്ട് നമുക്ക് വെയിൻസ് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് ചെയ്യുന്നത്. മിക്കവർക്കും ഈ കയ്യിലാണ്, ഇതിവിടെ ഇല്ലേ, ഈ കൈയുടെ, എൻ്റെ അച്ഛന് ചെയ്യുന്നുണ്ട്, അത് ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 2 വെസൽ, 2 നമുക്കറിയാം, നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമുക്ക് ആർട്ടറിയും ഉണ്ട്, അതേപോലെ തന്നെ അതായത് ധമനിയും ഉണ്ട്, സിരയും ഉണ്ട്. അതുപോലെ നമ്മൾ ഒന്നിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ബ്ലഡ് ഈ ഒരു മെഷീനിലൂടെ നമ്മൾ ഇങ്ങനെ കടത്തിവിടും. മാലിന്യങ്ങളുടെ അളവ് കൂടിയ രക്തം, അതായത് നമ്മുടെ ബോഡിയിലുള്ള രക്തം എന്ത് ചെയ്യും? ആദ്യം തന്നെ ഇതിൽ എന്ത് ചേർക്കും? ഹെപ്പാരിൻ ചേർക്കും. എന്തിനാണ് ഹെപ്പാരിൻ ചേർക്കുന്നത്? അതായത് ബ്ലഡ് എന്ന് പറയുന്ന സാധനം നമുക്കറിയാം, ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ രക്തം എന്ത് ചെയ്യും? കട്ട പിടിക്കുമ്പോഴാണ് നമ്മുടെ ആ മുറിവിൽ നിന്ന് ബ്ലഡ് ഫ്ലോ നിൽക്കുന്നത്. അപ്പൊ ഈ ബ്ലഡില് നമ്മൾ കട്ട പിടിക്കാതിരിക്കാൻ, അതായത് പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലഡ് കട്ട പിടിക്കും. ഈ കട്ട പിടിക്കാതിരിക്കാൻ നമ്മൾ ആദ്യം തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെപ്പാരിൻ ചേർക്കും. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ കടത്തി വിട്ടിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഈ പറയുന്ന ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുന്ന കുറെ വെള്ളമൊക്കെ വേണം ഇതിലിങ്ങനെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് നമ്മൾ കടത്തിവിടും. ഇതിൻ്റെ അകത്തേക്ക് രക്തം ഇങ്ങനെ കടന്ന് പോകുമ്പോഴേക്കും ഈ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഈ വൃക്കാനളികയിലൂടെ നടക്കുന്ന ഈ അൾട്രാ ഫിൽട്രേഷനും റീഅബ്സോർപ്ഷനും അങ്ങനെ എല്ലാ പ്രോസസ്സും ഇതിൻ്റെ ഉള്ളിൽ നടക്കും. ഓക്കെ, എന്നിട്ട് ഡിഫ്യൂഷണൽ ഡയാലിസിസ് ദ്രവത്തിലേക്ക് ഈ ദ്രവത്തെ യഥാസമയം നീക്കം ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഈ വേസ്റ്റുകൾ നമുക്ക് ഇവിടെയാണ് വരുന്നത്, നമുക്ക് മൂത്രത്തിലൂടെയല്ലേ പുറന്തള്ളപ്പെടുന്നത്. അപ്പൊ ഇവർക്ക് പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ വെള്ളത്തിലേക്കായിരിക്കും ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ വരുന്നത്. ഈ വേസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വെള്ളം അവർ കറക്റ്റ് ടൈമിൽ നീക്കം ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് അപ്പൊ എന്താ? ഇപ്പൊ ഇതിനുള്ളിൽ കിട്ടുന്നത് നമുക്ക് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ആണ്. ഓക്കെ, ആ ബ്ലഡിനെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലേക്ക് അങ്ങ് കടത്തിവിടും. ഇതിലേക്ക് കടത്തിവിടുമ്പോൾ നമുക്ക് തിരിച്ച് ഇവിടെ വരും. ഇപ്പൊ നമ്മുടെ ബ്ലഡിൽ എന്തുണ്ട്? ഹെപ്പാരിൻ ഉണ്ട്. ഹെപ്പാരിൻ എന്ന് പറയുന്ന ബ്ലഡ് കട്ട പിടിക്കാതിരിക്കുന്നതാണ്. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ആന്റി ഹെപ്പാരിൻ എന്നൊരു സെക്ഷൻ വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതും കൂടി ചേർത്ത് കൊടുക്കും. ആദ്യം ഹെപ്പാരിൻ ചേർക്കുന്നത് ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാൻ, പുറവുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അത് പാസ് ചെയ്ത് നമ്മൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന ആ ഹെപ്പാരിനുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നാലും, നമുക്കൊരു മുറിവ് വന്നാലും ബ്ലഡ് കട്ട പിടിക്കാതെ വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ആന്റി ഹെപ്പാരിൻ ചേർക്കും. എന്നിട്ട് നമുക്ക് വീണ്ടും അഗെയിൻ നമ്മുടെ ബോഡിയിലേക്ക് കടത്തിവിടും. ഇതിനെയാണ് നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. വൃക്ക മാറ്റിവെക്കൽ. ഓക്കെ, നമുക്ക് ഈ ഒരു ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും എന്തല്ല
പോസിബിൾ അല്ലാതെ വരുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വൃക്ക മാറ്റിവെക്കൽ എന്നൊരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അല്ല, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഡയാലിസിസ് യൂണിറ്റിൽ നിന്ന് ഈ ഡയാലിസിസ് ദ്രവം യഥാസമയം മാറ്റുന്നത് എന്തിനാ? മൂത്രം നമ്മൾ ഒഴിച്ചു കളയത്തില്ലേ, സെയിം പ്രോസസ്സ് തന്നെയാണ്. ആ വേസ്റ്റ് വെള്ളമാണ്, നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റുകളെല്ലാമാണ് ആ ദ്രവത്തിലുള്ളത്. ആ ദ്രവം എന്ത് ചെയ്യണം? അപ്പാപ്പ മാറ്റിക്കൊണ്ടിരിക്കണം. അതായത് ഒരാൾക്ക് വൃക്ക മാറ്റി വെക്കണമെങ്കിൽ ആദ്യം തന്നെ എന്ത് വേണം? ഒരു ദാതാവിനെ വേണം, അല്ലെ? പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾ വേണം. പൂർണ്ണ ആരോഗ്യവാനായിരിക്കും അപകടത്തിൽപ്പെട്ടോ മറ്റോ മരണപ്പെട്ട ഒരാളായിരിക്കണം. ഒന്നുകിൽ അയാൾ ആരോഗ്യവാൻ, അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നതെങ്കിലും നമ്മൾ പറയത്തില്ലേ, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, അങ്ങനെയുള്ള ഒരാളായിരിക്കണം. മുന്നൊരുക്കം എന്താണ്? രക്തഗ്രൂപ്പ് മാച്ച് ചെയ്യണം, ടിഷ്യൂ മാച്ച് ചെയ്യണം, ക്രോസ് മാച്ചിങ് ചെയ്യണം. ജസ്റ്റ് ഇപ്പൊ പറയുവാണ്, ഒരാളുടെ ഇപ്പൊ അച്ഛനും അമ്മയുമാണെന്ന് വെക്കുക, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ് ആണ്, അച്ഛൻ്റെയും ബി പോസിറ്റീവ് ആണ് എന്ന് കരുതി ഇവർക്ക് ബ്ലഡ് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഈ പറയുന്ന വൃക്ക മാറ്റി വെക്കാനായിട്ട് പറ്റില്ല. അതിന് വേറെ ടിഷ്യൂ മാച്ചിങ് നോക്കണം, ക്രോസ് മാച്ചിങ്, അങ്ങനെ കുറേ പ്രോസസ്സുകളുണ്ട്. ശസ്ത്രക്രിയ, ദാതാവിൽ നിന്ന് എന്ത് ചെയ്യും? എടുത്തിട്ട് വൃക്കയുടെ രക്തക്കുള്ളുകളും മൂത്രവാഹിയും സ്വീകർത്താവിൻ്റെതുമായി യോജിപ്പിക്കുന്നു. കണ്ടോ, ഇതിവിടെ ഓൾറെഡി ഉണ്ട്, വേറൊരു സ്ഥലത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, അത് പിടിപ്പിക്കുവാണ്. കണ്ടോ, ഈ പുതിയൊരു സാധനം എടുത്തിട്ട്, അതായത് മറ്റൊരാളുടെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുവാണ്. പ്രതിരോധത്തെ മന്ദീഭവിക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു, തുടർ പരിശോധന ആവശ്യമാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ, അതുകൊണ്ടാണ് ഇങ്ങനെ വൃക്കയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 6 മാസമൊക്കെ 2 പേർക്കും കംപ്ലീറ്റ് റെസ്റ്റ് ഒക്കെ പറയും. കാര്യം നമ്മൾ അങ്ങനെ വേണ്ട വലിയ കാര്യം, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു സംഭവമാണ് അത് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പൊ അതിന് 2 കൂട്ടർക്കും എന്ത് ചെയ്യണം? നല്ല റെസ്റ്റ് ഒക്കെ വേണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അത് കഴിഞ്ഞു. ഇനി നമുക്ക് വിസർജനം മറ്റ് ജീവികളിൽ എങ്ങനെയൊക്കെയാണ്. അതേപോലെ നമ്മുടെ നോർമലി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് ഈ വൃക്ക മാറ്റിവെക്കലുമായിട്ട് ബന്ധപ്പെട്ട്. ആദ്യമായിട്ട് വൃക്ക മാറ്റി വെച്ചത് ആരാണ്? ആദ്യമായിട്ട് വൃക്ക മാറ്റി വെച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോസഫ് ഇ മുറേ ആണ്. ഡോക്ടർ ജോസഫ് ഇ മുറേ എന്ന വ്യക്തിയാണ്. അത് പഠിച്ചു വെക്കണേ. അതേപോലെ കൃത്രിമമായിട്ട് വൃക്ക രൂപകൽപ്പന ചെയ്ത ആരും ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൊഹാൻ കോഫ് ആണ്. ആരാണ്? ജോഹാൻ കോഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് കൃത്രിമമായിട്ട് ഒരു വൃക്ക രൂപകൽപ്പന ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് മറ്റ് ജീവികളിൽ എങ്ങനെയാണ് ഈ വിസർജനം നടക്കുന്നതെന്ന് നോക്കാം. അമീബയിൽ വിസർജ്യ വസ്തു എന്ന് പറയുന്ന അമോണിയയാണ്. സങ്കോചഫേനം എന്നാണ് ഉപയോഗിച്ചിട്ടാണ് വിസർജനം നടത്തുന്നത്. മണ്ണിരയിലാണെങ്കിലോ, മണ്ണിരയിലും ഈ പറയുന്ന അമോണിയയുണ്ട്, അതേപോലെ തന്നെ യൂറിയുണ്ട്. അവിടുത്തെ വിസർജന അവയവം എന്ന് പറയുന്നത് എന്താണ്? അത് നെഫ്രീഡിയയാണ്. എന്താണ്? നെഫ്രീഡിയ. ഇനി ഷഡ്പദങ്ങളാണെങ്കിൽ ഇവിടെ വിസർജന വസ്തു എന്ന് പറയുന്നത് എന്താണ്? വിസർജ്യ വസ്തു യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ്. അവിടുത്തെ എന്താണ് വിസർജന അവയവം എന്ന് പറയുന്നത്? മാൽപീജിയൻ നളിക എന്ന് പറയും. എന്താണ്? മാൽപീജിയൻ നളിക. ഓക്കെ ആണല്ലോ. മത്സ്യത്തിൽ എന്താണ് വിസർജന അവയവം എന്ന് പറയുന്നത്? വിസർജന വസ്തു എന്ന് പറയുന്നത് എന്തായിരിക്കും? അമോണിയയാണ്. അമോണിയ. തവളയാണെങ്കിലോ, തവളയും ഈ പറയുന്നതിൽ എന്തായിരിക്കും? യൂറിയയാണ്. ഉരകങ്ങളിലും പക്ഷികളിലും എന്താണ്? യൂറിക് ആസിഡ് ആണ്. യൂറിക് ആസിഡ്. ഇനി ഇവിടെ തവളയിൽ എന്താണ്? വൃക്കയാണ്. പക്ഷികളിൽ എന്താണ്? വൃക്കകളുണ്ട്. അതേപോലെ മത്സ്യങ്ങളിലും എന്തുണ്ട്? വൃക്കകളുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അമീബയില് സങ്കോചഫേനം, മണ്ണിരയില് നെഫ്രീഡിയ, ഷഡ്പദങ്ങളില് മാൽപീജിയൻ നളിക. ഇത് മൂന്നും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ. കാര്യം അതിന്റെ മൂന്നിന്റെയുമാണ് പേര് വ്യത്യാസമുള്ളത്. സ്വാഭാവികമായിട്ടും അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജന്തുക്കൾക്ക് വിസർജനത്തിന് വിപുലമായ സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഈ പറയുന്ന സസ്യങ്ങളിലും വേണമല്ലോ ഇതെല്ലാം പുറത്തേക്ക് കളയണ്ടേ. അതിനാണ് അവർക്ക് എന്തുള്ളത്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ എന്താണ്? സ്റ്റൊമേറ്റ അഥവാ ലെൻഡീസെല്ല്. നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റൊമേറ്റ രാത്രികാലങ്ങളിൽ അടച്ചു വെക്കും എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ബാഷ്പം പുറത്തു പോകാൻ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പമൊക്കെ സ്റ്റൊമേറ്റയിൽ ലെൻഡീസെല്ല് വഴി. ജലവും ലവണങ്ങളൊക്കെ എന്താണ്? ഹൈഡാത്തോട്. നമുക്കറിയാം ഈ രാവിലെകളിലൊക്കെ ഇങ്ങനെ എണീക്കുമ്പോൾ നമുക്കറിയാം ഈ ചെടികളുടെയൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ കാണും. അതെന്ന് പറയുന്നത് ഹൈഡാത്തോട്, ആ ഒരു പ്രോസസ്സാണ്. ഖരമാലിന്യങ്ങളാണെങ്കിൽ എന്താണ്? റസിനുകള്, പുറന്തൊലി, പഴുത്തിലകള്, കായ്കള്, കൊഴിയല്, കാതൽ രൂപീകരിക്കുന്ന ഇതൊക്കെ ഖരമാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നതാണ്. ഈ ചില ചെടികളിൽ ഇങ്ങനെ ഈ മഞ്ഞ കളറിൽ ഇങ്ങനെ പശ പോലെ ഉണ്ടാകും, അതാണ് റസിൻ എന്ന് പറയുന്നത്. അതൊക്കെ മാലിന്യം പുറന്തള്ളുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? സമസ്ഥിതി പാലനം അഥവാ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. സമസ്ഥിതി പാലനമാണല്ലോ ജീവന്റെ അടയാളം. കരള്, വൃക്ക, ശ്വാസകോശം, ത്വക്ക് എന്നിവ വിസർജന പ്രക്രിയയിൽ എപ്രകാരം പങ്കെടുക്കുന്നുവെന്ന് മനസ്സിലായല്ലോ. ഇവ എങ്ങനെയാണെന്ന്, അതായത് നമ്മൾ ഓരോന്ന് പറയുവാണ്.
നമ്മുടെ കരള് മെറ്റാബോളിസത്തെ നിയന്ത്രിക്കുന്നു, വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നു. നമ്മൾ പറഞ്ഞു അമോണിയ യൂറിയാക്കി മാറ്റുന്നു. വൃക്കകളാണെങ്കിലോ ജലം ലവണത്തിന്റെ സന്തുലനം നടത്തുന്നു, രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു, pH ക്രമീകരിക്കുന്നു, മാലിന്യങ്ങളെ പുറന്തള്ളപ്പെടുന്നു. ഓക്കെ, ഇനി ശ്വാസകോശമാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു, ഓക്സിജന്റെ തോത് ക്രമീകരിക്കുന്നു, pH ക്രമീകരിക്കുന്നു. ഇനി ടിഷ്യൂ ദ്രവത്തിലും അതേപോലെ തന്നെ വരുന്നുണ്ട്. എന്താണ്? അതിനുമുമ്പ് ത്വക്ക് വരുന്നുണ്ട്. ത്വക്കാണെങ്കിൽ എന്താണ്? ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്നു, ജലത്തിന്റെയും ലവണമൊക്കെ ക്രമീകരിക്കുന്നു. ടിഷ്യൂ ദ്രവത്തിന്റെ ഘടന യഥാസമയം ക്രമീകരിച്ച് കോശങ്ങൾ എൻസൈമുകളുമായി പ്രവർത്തിക്കാൻ ഏറ്റവും മികച്ച അവസരം നൽകിയാണ് എന്താ ടിഷ്യൂ ദ്രവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? സമസ്ഥിതി പാലനം. അതായത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് എല്ലാത്തിലും എന്താണ് അധികമായാലും അമൃതം വിഷം എന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാ കാര്യവും. എന്താണ് അതിന്റെ കറക്റ്റ്? കുറഞ്ഞാലും കുഴപ്പമാണ്, കൂടിയാലും കുഴപ്പമാണ്. അപ്പൊ എല്ലാത്തിനെയും എന്ത് ചെയ്യണം? ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, ഒരു സമസ്ഥിതിയിൽ അല്ലെ, ഒരു കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. ആന്തര പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന ഏതൊരു വ്യതിയാനവും സമസ്ഥിതിയെ തകിടം മറിക്കുന്നു. നമ്മുടെ തെറ്റായ ജീവിത ശൈലിയൊക്കെയാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, ഇതേ നമുക്കറിയാം ഈ പറയുന്ന പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കത്തിക്കുന്നതൊക്കെ നമ്മുടെ ബോഡിയെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ 4ാമത്തെ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1, 2, 3, 4 ആയിട്ടുണ്ട് ചാപ്റ്റേഴ്സ്. അപ്പം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്